ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു യക്ഷിക്കഥയാണ് പറയാൻ പോകുന്നത്. എന്നാൽ ഒട്ടും സമയം കളയാതെ കഥയിലേക്ക് കടക്കാം. തൃശൂർ പൂരം കഴിഞ്ഞ് വല്യേടത്ത് മനയിലെ വലിയ നമ്പൂതിരി വിജയസേനൻ തൻ്റെ പ്രിയപ്പെട്ട കൊമ്പനാന ഗണേശനോടൊപ്പം ഇല്ലത്തേക്ക് മടങ്ങുകയാണ്. കൂട്ടത്തിൽ ആനപ്പാപ്പാൻ അച്യുതനുമുണ്ട്. ഇല്ലത്തെത്താൻ ഇനിയും ഏറെ നടക്കേണ്ടതുണ്ട്. വഴിയിലെങ്ങും തങ്ങിയില്ലെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും വലിയടത്തെത്താം. പണ്ടത്തെ കാലമല്ലേ, അന്ന് ഇന്നത്തേതുപോലെ ആനയെ ലോറിമേൽ കയറ്റിക്കൊണ്ട് പോകണ പതിവില്ല. നടത്തി തന്നെ ആനയെ കൊണ്ടുപോകും. കൊമ്പൻ ഗണേശനും നമ്പൂതിരിയും മുന്നേ അങ്ങനെ നടന്നു. പാപ്പാൻ അച്യുതൻ പിറകെ മെല്ലെ മെല്ലെ നടന്നു വരികയാണ്. നാട്ടുവഴി വിജനമാണ്. ഗണേശന്റെ ചങ്ങലക്കിലുക്കം താളത്തിലങ്ങനെ കേൾക്കുന്നുണ്ട്. വിജയസേനൻ നമ്പൂതിരി കഥകളിപ്പദങ്ങൾ മൂളിക്കൊണ്ട് വഴിമധ്യേ നിന്നു. അച്യുതാ, നിന്റെ നടത്തം പിന്നോട്ടാണോ അതോ മുന്നോട്ടോ? വേഗമങ്ങ് കാല് വലിച്ചു വെച്ചങ്ങ് നടക്ക. വഴിയരികില് നീ വല്ല കള്ളിഷപ്പങ്ങാനും കണ്ടോ? അതുകൊണ്ടാണോ നിന്റെ കാല് മുന്നോട്ട് നീങ്ങാത്തത്? വലിയ നമ്പൂതിരിയുടെ നാവിന്ന് പലതും അങ്ങനെ കേട്ടപ്പോൾ അച്യുതൻ വേഗത്തിൽ നടന്ന് നമ്പൂതിരിയുടെ ഒപ്പം എത്തി. അച്യുതൻ കിതച്ചുകൊണ്ട് പറഞ്ഞു, വലിയ നമ്പൂതിരി, എന്തിനാ ഇങ്ങനെ എന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്? ആനപ്പാപ്പാൻ ഞാനല്ലേ. ഗണേശന്റെ പുറകെ അമ്പലപ്പറമ്പ് നിരങ്ങേണ്ട കാര്യം നമ്പൂതിരിക്കില്ലല്ലോ. ഉത്സവപ്പറമ്പുകളിലെല്ലാം എന്നോടൊപ്പം ഗണേശന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഇല്ലത്തുള്ളവർക്ക് ഇഷ്ടമല്ല. ആര് പിണങ്ങിയാലും എനിക്കൊരു കുഴപ്പവുമില്ല. ഈ ഗണേശൻ എനിക്ക് വെറും ആനയല്ല, ഇവൻ എൻ്റെ മകനാ. ഇവനെ പിരിഞ്ഞ് എനിക്ക് ഇരിക്കാൻ കഴിയില്ല. അതുപോലെ അവനും. അല്ലട ഗണേശ? വിജയസേനൻ നമ്പൂതിരി അങ്ങനെ പറഞ്ഞുകൊണ്ട് ആനയുടെ തുമ്പിക്കൈയിൽ തലോടി. ഗണേശൻ അതിനുത്തരമായി ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കി. നീ കണ്ടില്ലേ എൻ്റെ മകൻ മൂളി കേട്ടത്? അവന് ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാകും. ഉവ്വ ഉവ്വ. വലിയ നമ്പൂതിരിയുടെ ജീവിതത്തിൽ ഗണേശനാ ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടേ സഹധർമ്മിണി ശ്രീദേവി അന്തജനം പോലും ഉള്ളൂ. അച്യുതാ, നീ വർത്തമാനം പറഞ്ഞ് നടത്തം പതുക്കിയാക്കണ്ട. വഴിയില് 2 കാടാ താണ്ടാനുള്ളത്. അത് മാത്രമല്ല, പൂരത്തിന് പങ്കെടുക്കാൻ ഗണേശനെയും കൊണ്ട് ഇല്ലത്തുനിന്ന് ഇറങ്ങിയിട്ട് ദിവസമേറെ കഴിഞ്ഞില്ലേ. ഇനിയും വൈകിയാൽ ശ്രീദേവി പിണങ്ങുന്ന കാര്യം ഉറപ്പാ. ആളെ ഒന്ന് തണുപ്പിക്കാൻ പൂരപ്പറമ്പിന്ന് കുറെ കൂട്ടം വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ഭദ്രമായി ഒരു സഞ്ചിയിൽ ഗണേശന്റെ പുറത്തെ ചങ്ങലയിൽ കൊരുത്തിട്ടിട്ടുണ്ട്. മകനെ ഗണേശ, അതെല്ലാം തന്നെ ഭദ്രമായി നിന്റെ മുതുകത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? കൊമ്പൻ അതിനു മൂളി ഉത്തരം നൽകി. നടന്ന് മൂവരും വലിയ തെങ്ങിൻതോപ്പിനടുത്തെത്തി. ആ സമയം അച്യുതൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, വലിയങ്ങുന്നേ, നല്ല നിലാവുണ്ട്. ഇനിയിപ്പോ വെട്ടം കാണാൻ ചൂട്ടുകെട്ട് കെട്ടണോ? അതെന്തൊരു ചോദ്യമാ അച്യുത. നിലത്ത് കിടക്കണ ഓലച്ചന്തയെന്ന് 2-3 ചൂട്ടുകെട്ടിക്കുള്ള ചൂട്ടങ്ങ് പറിച്ചെടുത്ത് കെട്ടിയെടുക്ക്. കാട് 2 കടക്കാനുള്ളത്. അവിടെ ഇത്ര നിലാവുണ്ടാകണമെന്നില്ല. അച്യുതൻ തെല്ല മടിയോടെ കുറച്ച് ചൂട്ട് പറിച്ച് കെട്ടിയെടുത്തു. അത്രയും നേരം നമ്പൂതിരിയും ഗണേശനും ആ തെങ്ങിൻ തോപ്പിൽ നിന്നു. അച്യുത, ചൂട്ടുകെട്ടി ഇപ്പോഴേ അങ്ങോട്ട് കത്തിക്കണ്ട. കാടെത്തുമ്പോൾ കത്തിച്ചാൽ മതിയാവും. ചൂട്ടുകെട്ടിയും കക്ഷത്തിൽ തിരികെ അച്യുതൻ അലസതയോടെ നടന്നു. കുറച്ചങ്ങ് നടന്നു മുന്നേറിയപ്പോൾ അച്യുതൻ അവശഭാവത്തിൽ പറഞ്ഞു, വലിയ നമ്പൂതിരി, പൂരത്തിന് ആനയെ എഴുന്നള്ളിച്ച് എത്ര ദിവസമാ ഉറക്കം നിന്നത്? പൂരം കഴിഞ്ഞപ്പോഴേ ഒരിത്തിരി പോലും വിശ്രമിക്കാതെ ഒരേ നടപ്പ് തുടങ്ങിയതാ. എന്റെ കാലങ്ങട് നീങ്ങണില്ല. ഇനിയൽപ്പം വിശ്രമിച്ചിട്ട് പോകാം. ഗണേശനും വിഷമിച്ചു കാണും. ഇവിടെ അടുത്തെങ്ങാനും ഒരിത്തിരി നേരം ഇരിക്കാം. അച്യുതന്റെ വിഷമം പറച്ചിൽ കേട്ടപ്പോൾ നമ്പൂതിരി നടത്തം നിർത്തി. ഗണേശ, നീ വിഷമിച്ചോടാ? നമ്പൂതിരിയുടെ ചോദ്യത്തിന് ഉത്തരമെന്ന വണ്ണം ഒന്ന് മൂളുകയും ഒപ്പം ആന ചെവിയാട്ടുകയും ചെയ്തു. ഗണേശൻ വിഷമിച്ചെങ്കിൽ പിന്നെ അല്പം വിശ്രമിച്ചിട്ടാകാം ഇനി അങ്ങോട്ടുള്ള യാത്ര. എനിക്ക് വിസ്തരിച്ചൊന്ന് മുറുക്കുകയും വേണം. ഇത്തിരി അങ്ങ് നടന്നെന്നാൽ വിശ്രമിക്കാൻ പറ്റിയ ഒരിടമുണ്ട്. കാട് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ക്ഷേത്രമുണ്ട്. അതിനടുത്തായി ഒരു കളിത്തിട്ടുണ്ട്. ഗണേശന് നിൽക്കാൻ പറ്റിയ ഒരിടവുമുണ്ട്. നിനക്കൊന്ന് തലചായ്ക്കുകയും ചെയ്യാം, എനിക്കൊന്ന് മുറുക്കുകയും ചെയ്യാം. കിടക്കാൻ പറ്റിയ ഇടമുണ്ടെന്ന് കേട്ടപ്പോഴേ അച്യുതന്റെ കാലുകൾക്ക് വേഗത കൂടി. അത്രയും നേരം പിന്നാലെ നടന്ന അയാൾ നമ്പൂതിരിയുടെ മുന്നേ കയറി അങ്ങ് നടക്കാൻ തുടങ്ങി. കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ നമ്പൂതിരി പറഞ്ഞതുപോലെ തന്നെ ഒരു കളിത്തട്ട് കാണാൻ കഴിഞ്ഞു. അതിന് കുറെ അങ്ങ് മാറി ചെറിയൊരു അമ്പലവും.
കളിത്തട്ട് കണ്ടപ്പോഴേ അച്യുതൻ തോർത്തും വിരിച്ചങ്ങ് കിടന്നു. ഉറക്കപ്പിശാച്ച് കയറിയ ഈ ശുംഭന് ഞാൻ എന്താ പറയുക? ആനയെ കെട്ടിയഴിക്കാൻ കൂടെ വന്ന ഇവനിപ്പോ എന്റെ മുതലാളി ആയതുപോലെയാ. ഗണേശ, നീ എന്തായാലും ഇവിടെ അങ്ങ് നിൽക്ക്. വേണമെന്ന് വെച്ചാൽ നിനക്കും കിടക്കാനും പറ്റിയ ഇടമുണ്ട് ഇവിടെ. ഞാൻ ദേ ഇവിടെ ഇരിക്കാം. നമ്പൂതിരി അങ്ങനെ പറഞ്ഞുകൊണ്ട് മടിയിൽ നിന്ന് മുറുക്കാൻ ചെല്ലവും എടുത്ത് ആ കളിത്തട്ടിന്റെ ഒരു മൂലക്കിരിപ്പുറപ്പിച്ചു. ഗണേശൻ നമ്പൂതിരിയുടെ അടുത്തും നിന്നു. കളിത്തട്ടിന് ചുറ്റും നല്ല നിലാവെളിച്ചമുണ്ട്. നമ്പൂതിരി ഗണേശനോട് ഓരോന്നും മിണ്ടിയും പറഞ്ഞും ആസ്വദിച്ചങ്ങ് മുറുക്കുകയാണ്. കളിത്തട്ടിന് കുറച്ചങ്ങ് ദൂരെയായി ചെറിയൊരു ക്ഷേത്രം കാണുന്നുണ്ട്. വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. നമ്പൂതിരി ഇരുന്ന കളിത്തട്ടിനും നല്ല പഴക്കമുണ്ട്. മുകൾ വശത്ത് മേഞ്ഞിരുന്ന ഓടുകൾ ചിലതെല്ലാം പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഉത്തരത്തിന് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അച്യുതന്റെ കൂർക്കമ്മലിയുടെ താളം നമ്പൂതിരിയെ വല്ലാതങ്ങ് അലോസരപ്പെടുത്തി. ഷടാ, എന്താ ഈ കോന്തന്റെ ഒരു കൂർക്കമ്മലി? അഷ്ടിക്ക് വകയില്ലാത്തത് കൊണ്ട് കൂടെ കൂട്ടിയതാ. പക്ഷേ ഇവനൊരു പണിയാമണിയാനാണല്ലോ. ഗണേശ, നിനക്കുറങ്ങണമെങ്കിൽ ആവാൻ കേട്ടോ. എനിക്കെന്തായാലും ഉറക്കം വരണില്ല. നമ്പൂതിരിയുടെ ചുണ്ടുകളിൽ വീണ്ടും കഥകളിപ്പദങ്ങൾ ഉയർന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആന വല്ലാത്തൊരു ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. നിലത്ത് തുടരെ തുടരെ ചവിട്ടിയ കാലുകളിൽ നിന്ന് ചങ്ങലയുടെ ശബ്ദവും കേൾക്കാൻ തുടങ്ങി. എന്താ ഗണേശ, നിനക്ക് എന്താ പറ്റിയത്? നമ്പൂതിരി ഉടനെ കളിത്തട്ടിൽ നിന്ന് എണീറ്റു. കൊമ്പന്റെ അടുത്ത് വന്ന് അതിന്റെ തുമ്പിക്കൈയിൽ തലോടി. എന്നിട്ട് പറഞ്ഞു, വല്ല നായോ പൂച്ചയോ നിന്നെ ഭയപ്പെടുത്താൻ വന്നോ? കരയിലെ ഏറ്റവും വലിയ ജീവി ആനയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ഗണേശന് പൂച്ചയെയും പട്ടിയെയും വല്ലാത്ത പേടിയാണല്ലോ. പൂരം കഴിഞ്ഞു വരുന്ന വഴിയായതുകൊണ്ട് മാത്രമാണ് ആനയുടെ കാലിൽ നമ്പൂതിരി ചങ്ങലകൾ ബന്ധിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇല്ലത്ത് നിൽക്കുന്ന സമയത്ത് വലിയ നമ്പൂതിരി ആനയെ ചങ്ങലപ്പൂട്ടില്ലാതെ സ്വതന്ത്രനായങ്ങ് വിടും. ഗണേശന്റെ അസ്വസ്ഥത കണ്ട് നമ്പൂതിരി അല്പനേരം ചിന്തിച്ചു നിന്നു. കാലിലെ ചങ്ങല മുറിയിട്ടാണോ നീ ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്? അങ്ങനെ പറഞ്ഞതിനോടൊപ്പം തന്നെ വിജയസേനൻ നമ്പൂതിരി ആനയുടെ കാലിലെ ചങ്ങലകൾ അഴിച്ച് അതിന്റെ മുതുകിലേക്കിട്ടു. ചങ്ങലയിൽ നിന്ന് സ്വതന്ത്രനായ ആന പെട്ടെന്ന് ശാന്തനായി. ആ സമയത്ത് അതിന്റെ നോട്ടം കളിത്തട്ടിന് ചുറ്റുമുള്ള കാട്ടിലേക്കായിരുന്നു. ചെവികൾ ആട്ടാതെ കണ്ണുകൾ അനക്കാതെ കൊമ്പൻ അങ്ങനെ ഒരേ നിൽപ്പ് തുടർന്നു. ആനയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കണ്ട് നമ്പൂതിരി ആനയെ തന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾ കടന്നുപോയി. ആ സമയം പിന്നിലായി ആരോ ഒരാൾ പാഞ്ഞങ്ങ് നീങ്ങിയതുപോലെ ഒരു അനുഭവം നമ്പൂതിരിക്കുണ്ടായി. അദ്ദേഹം ഉടനെ വെട്ടിത്തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. ചുറ്റുവട്ടത്ത് പെട്ടെന്നുടലെടുത്ത ആ നിശബ്ദത നമ്പൂതിരിയെ തെല്ലൊന്ന് അമ്പരപ്പിച്ചു. പിന്നിലെ കുറ്റിക്കാടുകളുടെ നിഴൽ നിലാവിൽ വ്യക്തമായി കാണാമായിരുന്നു. ആ നിഴലുകളെ ആകെ ഉലച്ചുകൊണ്ട് ഒരു തണുത്ത കാറ്റ് നമ്പൂതിരിയുടെ ദേഹത്ത് വന്ന് പൊതിഞ്ഞു. ഏറെ നേരം കൊണ്ടുള്ള നടപ്പിനാൽ വലിയ നമ്പൂതിരിയുടെ ദേഹം ആകെ ചൂട് പിടിച്ചാണിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു തണുപ്പനുഭവപ്പെട്ടു. കളിത്തട്ടിന്റെ തിണ്ണയിൽ ചുരുട്ടിക്കൂട്ടി വെച്ച മേൽമുണ്ടെടുത്ത് നമ്പൂതിരി അങ്ങ് പുതച്ചു. അച്യുതൻ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. ഏറെ നേരം അദ്ദേഹം ചുറ്റുപാട് നിരീക്ഷിച്ചു. പിന്നീട് ഇരുന്നിടത്ത് തന്നെ വീണ്ടും ഇരുന്നു. മുറുക്കാൻ ചെല്ലം അരികെ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. ഒന്ന് മുറുക്കിയതാണെങ്കിലും വലിയ നമ്പൂതിരി വീണ്ടും ഒരു വെറ്റിലിയെടുത്ത് അത് ലേശം ചുണ്ണാമ്പെടുത്ത് തേക്കാൻ തുടങ്ങി. ചിലങ്കിയുടെ ശബ്ദം കേട്ട് വിജയസേനൻ നമ്പൂതിരി ഉടനെ തല ഉയർത്തി നോക്കി. മുന്നിൽ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന കാട്ടുചെടികൾ മാത്രം. ഗണേശ, നീ ആളെ പേടിപ്പിക്കുക. കാലിലെ ചങ്ങല അഴിച്ചു മാറ്റിയില്ലേ? പിന്നെന്താ ഇപ്പൊ പ്രശ്നം? നമ്പൂതിരി ആനയെ സ്നേഹത്തോട് ശാസിച്ചുകൊണ്ട് നിൽക്കുന്ന ആ നേരത്ത് വീണ്ടും വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ചിലങ്കിയുടെ ശബ്ദം ഇടതടവില്ലാതെ കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്പൂതിരിക്ക് അത് മനസ്സിലായത്. താൻ കേട്ടത് ചങ്ങലക്കിലുക്കമല്ലായിരുന്നു, മറിച്ച് കാൽച്ചിലങ്കകളുടെ ശബ്ദമായിരുന്നു എന്ന്. കുറച്ചങ്ങ് മാറി വൃക്ഷക്കൂട്ടങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഇലഞ്ഞിയുടെ പിന്നിൽ കസവ് സെറ്റെടുത്ത് പനങ്കുല പോലുള്ള മുടി ഒരു വശത്തേക്ക് കോതി ഒതുക്കിക്കൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നത് നമ്പൂതിരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പരന്നൊഴുകി കിടക്കുന്ന നിലാവിൽ അദ്ദേഹം ആ സ്ത്രീരൂപത്തെ നല്ല വെടിപ്പിനായി തന്നെ കണ്ടു. സ്ത്രീയുടെ നോട്ടം നമ്പൂതിരിയുടെ തൊട്ടടുത്തിരുന്ന മുറുക്കാൻ ജലത്തിലേക്കായിരുന്നു. ആരാ? അദ്ദേഹം ചോദിച്ചു. മിണ്ടാട്ടമില്ല. ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? വിജയസേനൻ നമ്പൂതിരി സ്വരം അല്പം കടുപ്പിച്ച് ചോദിച്ചു. സ്ത്രീ അല്പം മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു, ദേവയാനി. ചന്തമേറിയ സ്ത്രീയെ കണ്ട് നമ്പൂതിരിയുടെ മനസ്സിന്
ചെറിയൊരു ചാഞ്ചാട്ടമുണ്ടായി. എന്നാലും ആ ഭാവങ്ങളൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ അദ്ദേഹം ദേവയാനിയോട് ചോദിച്ചു, ഈ പാതിര സമയത്ത് എന്തിനാണാവോ നീ മരക്കൂട്ടങ്ങൾക്കിടയിൽ പതുങ്ങി നിന്നത്? നമ്പൂതിരിയുടെ ചോദ്യം കേട്ട് യുവതി തന്റെ മാൻമിഴികൾ അനക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്ന് നിങ്ങളെ തന്നെ നോക്കുകയായിരുന്നു. വേറൊന്നും കൊണ്ടല്ല. ദാ ആ കാണുന്ന ക്ഷേത്രത്തിൽ ഒരു വിശേഷപ്പെട്ട വഴിപാട് നടത്താൻ വേണ്ടി ഞാൻ എൻ്റെ സഹോദരനോടൊപ്പം വന്നതാ. അദ്ദേഹം എന്തോ അത്യാവശ്യ കാര്യത്തിനായി ദാ വഴിക്ക് പോകുന്നത് കണ്ടു. ദേവയാനി വടക്ക് ദിശയിലേക്ക് തന്റെ കൈവിരൽ ചൂണ്ടി. ഞാൻ എൻ്റെ സഹോദരനെയും കാത്ത് ഈ കളിത്തട്ടിലിരുന്ന നേരത്താ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടത്. പരിചയമില്ലാത്ത ആൾക്കാരല്ലേ, അതാ ആ മരത്തിന് പിന്നിൽ ഒളിച്ചത്. നമ്പൂതിരിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. പരിചയം ഇപ്പോഴും ഇല്ലല്ലോ, എന്നിട്ടും എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഈ കാർമേഘത്തിന്റെ നിറമുള്ള കരിവീരിനെ കണ്ടപ്പോൾ എനിക്കവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ തോന്നിയില്ല. ദേവയാനിയുടെ മിഴികൾ ഗണേശന് നേർക്കുയർന്നു. ആന പഴയതുപോലെ ചില പ്രത്യേകതരം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ദേവയാനിയെ കണ്ടിട്ടാണ് കൊമ്പൻ അത്തരം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്പൂതിരിക്ക് മനസ്സിലായി. നിലാവെളിച്ചത്തിൽ തന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ദേവയാനിയെ നമ്പൂതിരി ആടിയും മുടിയങ്ങ് നോക്കി. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ചന്തമുള്ള യുവതി. ആ സ്ത്രീയുടെ ദേഹത്തു നിന്ന് ഏതോ കാട്ടുപൂവിന്റെ ഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറുന്നു. ഈ രാത്രിയിൽ ഇത്രയും വിജനമായ സ്ഥലത്ത് ഒറ്റക്ക് കഴിച്ചുകൂട്ടുക എന്നത് ഒരു യുവതിയെ സംബന്ധിച്ച് വളരെ വലിയ കാര്യം തന്നെയാണ്. നൊമ്നിന്റെ ധൈര്യത്തെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ദേവയാനി നമ്പൂതിരിയുടെ വാക്കുകൾ കേട്ട് പൊട്ടിച്ചിരിച്ചു. ഗണേശൻ ആകെ അസ്വസ്ഥനായി. അവൻ വീണ്ടും പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കൊമ്പന്റെ ചിഹ്നം വിളിയിലും മുരൾച്ചയിലും നിന്ന് നമ്പൂതിരി ഒരു കാര്യം ഉറപ്പിച്ചു. തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് സാധാരണ ഒരു സ്ത്രീയല്ല, മറിച്ച് സ്ത്രീവേഷത്തിൽ വന്നിരിക്കുന്ന ഏതോ ഒരു ശക്തിയാണ്. ആരെയും ആകർഷിക്കുന്ന അങ്കലാവണ്യവുമായി തന്റെ മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന സ്ത്രീരൂപം ആരാണെന്നറിയാൻ മന്ത്രതന്ത്ര വിദ്യകൾ അഗ്രഗണ്യനായ വിജയസേനൻ നമ്പൂതിരിക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. തന്നെ മായക്കാഴ്ചകൾ കാട്ടി കാലപുരിക്ക് അയക്കാൻ തയ്യാറെടുത്ത് വന്നിരിക്കുന്നത് യക്ഷി തന്നെയെന്ന് നമ്പൂതിരി ഉറപ്പിച്ചു. എന്തായാലും ഇവളെ പിണക്കാതിരിക്കുന്നതാണ് ബുദ്ധി. നമ്പൂതിരി മനസ്സിൽ എന്തെല്ലാമോ തീരുമാനിച്ചുറപ്പിച്ചു. ശേഷം മുഖത്ത് ഒരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ അപരിചിതരാണെങ്കിലും വിശ്വാസവഞ്ചന കാട്ടാത്ത കൂട്ടത്തിലുള്ളവരാ. എന്തിനാ അവിടെ നിന്ന് വിഷമിക്കുന്നത്? ഇവിടെ വന്നിരുന്നാട്ടെ. നമ്പൂതിരിയുടെ വിളി കേൾക്കാൻ കാത്തിരുന്നതുപോലെ ദേവയാനി മുർക്കാഞ്ചലത്തിന്റെ അടുത്ത് സ്ഥാനം പിടിച്ചു. നല്ല ഗന്ധമുള്ള പുകയിലയാണല്ലോ. തൽവറ്റിലെ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ. ദേവയാനി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ വിരുദ്ധനായ നമ്പൂതിരി പറഞ്ഞു, ഈ മുറുക്കാഞ്ചലത്തിലെ ഒരു വെറ്റത്തുണ്ട് പോലും ഞാൻ ആർക്കും കൊടുക്കാറില്ല. എന്തോ എനിക്കതിഷ്ടമല്ല. ഭവതി എന്നോട് ക്ഷമിക്കണം കേട്ടോ. മുറുക്കാൻ ചോദിച്ചിട്ട് കിട്ടാത്തതിൽ യക്ഷിക്ക് വലിയ നീരസം തോന്നിയെങ്കിലും അതൊന്നും അവൾ മുഖത്ത് പ്രകടിപ്പിച്ചില്ല. എന്നിട്ട് മുല്ലമൊട്ടുകൾ പോലുള്ള പല്ലുകൾ പുറത്തേക്ക് കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഇല്ലം ഇവിടെ അടുത്ത് തന്നെയാ. ദൂരയാത്ര കഴിഞ്ഞ് താങ്കൾ നന്നായി വിഷമിച്ചിട്ടുണ്ട്. ഇന്നത്തെ താമസം ഇല്ലത്തായാലോ? നമ്പൂതിരി സന്തോഷത്തോടെ യക്ഷിയുടെ ആ വാഗ്ദാനം തിരസ്കരിച്ചു. ഓ, അതിന്റെ ആവശ്യമില്ല. തണുത്ത കാറ്റുകൊണ്ട് ഈ കളിത്തട്ടിൽ കിടന്നാലും എനിക്കുറക്കത്തിന് ഒരു സുഖക്കുറവും ഉണ്ടാകില്ല. യക്ഷിക്ക് പക്ഷേ പിന്മാറാൻ ഉദ്ദേശമില്ലായിരുന്നു. അവൾ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, നിദ്ര ഇവിടെ ആയിക്കോളൂ. അന്നം അവിടുന്ന് ആകാമല്ലോ. വേണമെന്നില്ല. ക്ഷേത്രത്തിൽ നിന്നിറങ്ങാൻ നേരം വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടാ ഞാൻ ഇറങ്ങിയത്. തന്റെ ഒരടവും അങ്ങടെ ഏൽക്കുന്നില്ല എന്ന് കണ്ട യക്ഷി ഇത്തവണ കളം മാറ്റി ചവിട്ടി. അതുവരെ വെളുക്കനി ചിരിച്ചുകൊണ്ട് നിന്ന യക്ഷിയുടെ കണ്ണുകൾ പെട്ടെന്ന് അങ്ങടെ നിറഞ്ഞു. ശബ്ദത്തിൽ ദുഃഖം കലർന്നു. അങ്ങയെ കണ്ടാൽ അറിയാം ഏതോ വലിയ ഇല്ലത്തെ നമ്പൂതിരിയാണെന്ന്. എന്റെ പിതാവ് 2 വിവാഹം കഴിച്ചതാ. എന്റെ രണ്ടാനമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയ എന്റെ സഹോദരൻ എന്റെ സ്വന്തം സഹോദരനല്ല. അദ്ദേഹം എന്റെ രണ്ടാനമ്മയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ മൂത്ത പുത്രനാണ്. അദ്ദേഹത്തിന് എന്നോട് ഒരു സ്നേഹവുമില്ല. ദയവായി എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകല്ലേ. കൂടെ എന്നെയും കൂടി കൂട്ടാമോ? യക്ഷിയുടെ അടവുകൾ കേട്ട് നമ്പൂതിരി ഉള്ളിൽ ചിരിച്ചു. ഇനി ഞാൻ എന്തെല്ലാം തടസ്സങ്ങൾ പറഞ്ഞാലും നീ എൻ്റെ കൂടെ തന്നെ വരുമെന്ന് എനിക്കറിയാം. നമ്പൂതിരി അങ്ങനെ മനസ്സിൽ പറഞ്ഞു. തെല്ല നേരത്തെ മൗനത്തിന് ശേഷം വിജയസേനൻ ദേവയാനിയോട് പറഞ്ഞു, ഞാൻ വേലി കഴിച്ചതാണ്.
ഇനിയൊരു വേലി കഴിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. ദേവയാനി ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. എൻ്റെ ഒപ്പം ഇത്രയും സുന്ദരിയായ ഒരു യുവതിയെ ഇല്ലത്തുള്ളവർ കണ്ടാൽ അത് പല സംശയങ്ങൾക്കും ഇടയാക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ. ദാ ആ കിടക്കുന്ന അച്യുതനെ കണ്ടില്ലേ? അവനെൻ്റെ സഹായിയാ. ഒരു സഹോദരനെ പോലെയാ എനിക്കവൻ. വയസ്സ് 28 കഴിഞ്ഞതേ ഉള്ളൂ. ഇതുവരേക്കും അവൻ വേലി കഴിച്ചിട്ടില്ല. പൂരം കൂടാൻ വന്നപ്പോൾ ദേവയാനിയുമായി ഇഷ്ടത്തിലായെന്ന് ഞാൻ ഇല്ലത്തുള്ളവരോട് പറഞ്ഞോളാം. ദേവയാനി നിലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന അച്യുതനെ നോക്കി. ഇത്രയും സൗന്ദര്യമുള്ള തൻ്റെ രൂപം നമ്പൂതിരിയുടെ കണ്ണുകളെ ഭ്രമിപ്പിച്ചില്ലല്ലോ എന്നോർത്ത് യക്ഷിക്ക് ഏറെ വിഷമം തോന്നി. മുന്നിലിരിക്കുന്ന 40-45 വയസ്സ് തോന്നിക്കുന്ന ബലിഷ്ഠമായ ശരീരമുള്ള നമ്പൂതിരി നിസാരക്കാരനല്ലെന്ന് ദേവയാനിക്ക് മനസ്സിലായി. എന്തായാലും വേണ്ടില്ല, നമ്പൂതിരി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ യക്ഷി തീരുമാനിച്ചു. ചുണ്ടിൽ വശ്യമായ ഒരു ചിരി വരുത്തിക്കൊണ്ട് ദേവയാനി പറഞ്ഞു, ശരി ശരി, എൻ്റെ സഹോദരൻ മടങ്ങിയെത്തുന്നതിന് മുമ്പ് നമുക്കിവിടുന്ന് പോകാം. കൊമ്പൻ ഗണേശൻ ദേവയാനിയെ നോക്കി ഒന്ന് മുരണ്ടു. പിന്നെ ഒന്ന് ചിഹ്നം വിളിച്ചു. ആ സമയം അടുത്തുള്ള കാട്ടിലെ നന്നേ ഉയരമുള്ള ഒരു മരത്തിൽ നിന്ന് ഒരു കൂമൻ ചിലച്ചുകൊണ്ട് കൊമ്പന്റെ ചുറ്റിനും 2-3 വട്ടം പറന്നുയർന്നു. എൻ്റെ ഗണേശന് നിന്നെ അങ്ങ് പിടിച്ചില്ലാന്ന് തോന്നുന്നു. പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം. നമ്പൂതിരി ചെറുചിരിയോടെ ഗണേശന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അതിൻ്റെ മുതുകിലെ ചങ്ങലയിൽ കൊരുത്തിട്ടിരുന്ന തുണിസഞ്ചി അവന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചു. നീ പേടിക്കണ്ട, ഈ നിൽക്കുന്ന ആളെ എനിക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇവളുടെ ഓരോ തന്ത്രങ്ങളും എൻ്റെ അടുത്ത് ചിലവാകില്ല. കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് കൊമ്പന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്പൂതിരിയെ യക്ഷി ഇമവെട്ടാതെ നോക്കി. അല്പസമയത്തിനുള്ളിൽ തന്നെ ഗണേശൻ ആകെ ശാന്തനായി. അവൻ ഇരുചെവികളും അനക്കി തല താളത്തിലാട്ടാൻ തുടങ്ങി. ഇത്രയും നേരം അസ്വസ്ഥനായി നിന്ന കൊമ്പൻ പെട്ടെന്നങ്ങനെ ശാന്തനായപ്പോൾ ദേവയാനി ഗണേശനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കൊമ്പനോട് എന്ത് രഹസ്യമാണോ അങ്ങ് പറഞ്ഞത്? ഇത്ര പെട്ടെന്ന് ഇവനാള് ആകെ അങ്ങോട്ട് മാറിയല്ലോ. ഇവൻ എൻ്റെ മകനാ. ഞങ്ങൾ തമ്മിൽ ഇതുപോലെ ചില വർത്തമാനമൊക്കെ പറയും. എന്തായാലും ഇനി ഇവിടെ ഇരുന്ന് നേരം കളയണ്ട, നമുക്ക് ഇല്ലത്തേക്ക് തിരിക്കാം. ഇതിനകം ദേവയാനി എന്ന ആ യക്ഷിയും ചിലതെല്ലാം മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. മുറുക്കാൻ ചെല്ലവും കയ്യിലെടുത്ത് നമ്പൂതിരി പോകാനായി തയ്യാറെടുത്തു. ഇതിനിടയിൽ ഗണേശൻ തന്റെ തുമ്പിക്കൈ നീട്ടി കളിത്തട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അച്യുതന്റെ ചെവിക്കടുത്തായി തുമ്പിക്കൈ കൊണ്ട് വലിയൊരു ശബ്ദമുണ്ടാക്കി. അച്യുതൻ പേടിച്ചരണ്ട് ചാടി എണീറ്റു. ഗണേശ, നിന്റെ കുസൃതി അല്പം കൂടുന്നുണ്ട്. അച്യുതന്റെ ദേഷ്യം നിറഞ്ഞ സംസാരം കേട്ട് കൊമ്പൻ തന്റെ തല കുലുക്കി. ഉടുത്ത മുണ്ട് ഒന്ന് അഴിച്ചുടുത്ത് തല ചുറിഞ്ഞുകൊണ്ട് അച്യുതൻ നമ്പൂതിരിയുടെ അടുത്തേക്ക് നീങ്ങി. ആ സമയം തന്റെ മുന്നിൽ നിന്ന സർവാംഗ സുന്ദരിയായ യുവതിയെ കണ്ട് അച്യുതൻ വാ പൊളിച്ച് നിന്നുപോയി. തെല്ല് നേരത്തേക്ക് അയാൾക്ക് മിണ്ടാനേ കഴിഞ്ഞില്ല. എന്നാൽ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുടിയെ അയാൾ തന്റെ ജീവിതത്തിൽ ഒരിക്കലും അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. നാവുണങ്ങി വരണ്ടു പോയിട്ടും അച്യുതന്റെ കണ്ണുകൾ ദേവയാനിയുടെ ഭ്രമിപ്പിക്കുന്ന രൂപത്തിലേക്കായിരുന്നു. കറുത്ത് തഴച്ചു വളർന്ന നീളൻ മുടി, അത് കാറ്റിൽ പറക്കുന്നുണ്ട്. ആ മുടിയിഴകളിൽ നിന്ന് ചെമ്പകമലരിന്റെ സുഗന്ധം കാറ്റിലേക്ക് അലിഞ്ഞു ചേരുന്നുണ്ട്. വെളുത്തു തുടുത്ത ശരീരം, ആരെയും ആകർഷിക്കുന്ന മാൻമിഴികൾ, മുറുക്കി ചുവന്നതുപോലെയുള്ള ചുവന്ന ചുണ്ടുകൾ, തേനിന്റെ നിറമുള്ള കൃഷ്ണമണികൾ, ചന്ദനത്തടിയിൽ കടഞ്ഞെടുത്ത സുന്ദരമായ ദേവീ വിഗ്രഹം പോലെ വടിവൊത്ത ശരീരമുള്ള ആ സുന്ദരിയുടെ മുഖത്തു നിന്ന് അച്യുതന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അച്യുതന്റെ കണ്ണും മിഴിച്ചുള്ള ആ നിൽപ്പ് കണ്ട് നമ്പൂതിരിക്ക് മനസ്സിലായി അച്യുതൻ ദേവയാനിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയെന്ന്. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ നമ്പൂതിരി അച്യുതനോട് പറഞ്ഞു, അച്യുത, നേരെ മുത്തിരിയായി, ഇനി വിശ്രമിച്ചത് മതി. വേഗം ഇല്ലത്തെത്താൻ നോക്കാം. ആ സമയം അച്യുതൻ വിക്കി വിക്കി ചോദിച്ചു, ഇതാരാങ്ങുന്നേ ഈ യുവതി? ഞാനൊന്ന് മയങ്ങിയപ്പോഴേക്കും ഇവിടെ എന്താ സംഭവിച്ചു? ഈ പെണ്ണെന്താ ഇവിടെ നിൽക്കുന്നത്? ഒറ്റ ശ്വാസത്തിൽ അച്യുതൻ പലതും ചോദിച്ചു. ഒരു കള്ളച്ചിരിയോടെ നമ്പൂതിരി അച്യുതനോട് പറഞ്ഞു, നീ ഏത് യുവതിയുടെ കാര്യമായി പറയുന്നത്? ഉറക്കത്തിൽ കണ്ട സ്വപ്നം ഇപ്പോഴും നിന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞില്ലയോ? ഞാനൊരു യുവതിയെയും ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. അത് കേട്ട് അച്യുതന്റെ നെഞ്ചൊന്ന് കാളി. ഈ ചിരിച്ചു മറിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ അങ്ങ് കാണുന്നില്ലെന്നോ? ഗണേശ, ഈ നിൽക്കുന്ന പെണ്ണിനെ നീ കാണുന്നുണ്ടോ? ഇല്ല എന്നർത്ഥത്തിൽ
ഗണേശനും തലയാട്ടി. അച്യുതൻ തലകുടഞ്ഞു. കണ്ണൊന്നു തിരുമി വീണ്ടും മുന്നിലേക്ക് നോക്കി. അപ്പോഴും മുന്നിൽ ആ യുവതി നിൽക്കുന്നുണ്ടായിരുന്നു. അച്യുതനെ ഏറെ നേരം ചുറ്റിക്കേണ്ട എന്നോർത്ത് വലിയ നമ്പൂതിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്യുത, ഇത് ദേവയാനി, അനാഥയാ, ദാ കാണുന്ന ക്ഷേത്രത്തിൽ വന്നതാ, നമ്മോടൊരു സഹായം ചോദിച്ചിരിക്കുകയാ. അച്യുതന് അത് കേട്ട് ആശ്വാസമായി. വീണ്ടും ദേവയാനിയുടെ ശരീരത്തിലേക്ക് കണ്ണെറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, കണ്ടാലേ അറിയാം ഇവളൊരു പാവമാണെന്ന്. ഇല്ലത്തെന്തെങ്കിലും പണി കൊടുത്താൽ അത് വലിയ സഹായമാകും. ഈ വിജനമായ സ്ഥലത്ത് നിരാലംബയായി ഇവളെ ഒറ്റയ്ക്കാക്കി പോകരുതെന്നാ എനിക്ക് പറയാനുള്ളത്. ശരിയാ അച്യുത, ഇവളൊരു നിരാലംബയും പാവവുമാണ്. അത് നിനക്ക് വഴിയേ മനസ്സിലാകും. വിജനമായ ഈ സ്ഥലത്ത് ഇവളെ ഒറ്റക്കാക്കി പോകുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് നീ ഇവളെ കൂടെ കൂട്ടിക്കോളൂ. ഇല്ലത്ത് ചെല്ലുമ്പോൾ ശ്രീദേവിയോട് കാര്യം പറഞ്ഞ് നീ തന്നെ ഇവൾക്കൊരു ജോലി തരമാക്കി കൊടുക്കണം. നിന്റെ ഏതെങ്കിലും ബന്ധുവാണെന്ന് പറഞ്ഞാൽ മതി. അഥവാ ഇവളെ വഴിയിൽ നിന്ന് കൂടെ കൂട്ടിയതാണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഇല്ലത്തുള്ളവർ ഇവളെ അവിടെ നിർത്തിയെന്ന് വരില്ല. അച്യുതന്റെ മനസ്സിന് ആകെ ഒരു ഉണർവുണ്ടായി. മുഖത്തെ ക്ഷീണം മാറി. അത്രയും നേരം തോന്നിയ അലസത എവിടെയോ പോയി മറഞ്ഞു. അയാൾ തിടുക്കത്തിൽ ദേവയാനിയുടെ പിന്നാലെ നടപ്പു തുടർന്നു. നിലാവ് പെയ്തിറങ്ങിയ ആ രാത്രിയിൽ മൂന്നാളും കൊമ്പനോടൊപ്പം വല്ലിയുടെ തില്ലം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ദേവയാനി അച്യുതനെ നോക്കി പല്ല് കടിച്ച് ഒച്ചയുണ്ടാക്കി. അച്യുതനോട് തോന്നിയ ഈർഷ്യ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് ദേവയാനി അയാളുടെ തൊട്ടു മുന്നേ ഒരു അരയന്നത്തെ പോലെ നടന്നു നീങ്ങി. ഗണേശന്റെ കൊമ്പും പിടിച്ച് വിജയസേനൻ നമ്പൂതിരി ഏറ്റവും മുന്നിൽ തന്നെ നടന്നു. പോണ വഴിക്ക് 2 കാട് കടക്കേണ്ടതായിട്ടുണ്ട്. കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇവൾ ചിലപ്പോൾ തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തെന്നു വരാം. അതുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ നമ്പൂതിരി എടുത്തിരുന്നു. പിന്നാലെ വരുന്ന അച്യുതനുമേൽ അദ്ദേഹത്തിന് എപ്പോഴും ഒരു കണ്ണുണ്ടായിരുന്നു. ഇരുവശത്തും ദർഭപ്പുല്ലുകൾ പടർന്നു നിൽക്കുന്ന വീതി കുറഞ്ഞ നടവഴിയിലൂടെ നടന്ന് അവർ മറ്റൊരു വഴിയിലേക്ക് കയറി. വലിയൊരു കാടിന് ഓരം ചേർന്നായിരുന്നു ആ വഴി. അവിടെ എത്തിയപ്പോൾ നമ്പൂതിരി അച്യുതനോട് പറഞ്ഞു, അച്യുത, ലേശം മുമ്പേ അങ്ങ് നടന്നോളൂ. ഒത്തിരി അങ്ങ് പിന്നിലായാൽ ഇയാൾ വല്ല അബദ്ധത്തിലെങ്ങാനും ചെന്ന് ചാടും. അച്യുതൻ മൂളി കേട്ടെങ്കിലും അയാളുടെ നടപ്പ് പിന്നിൽ തന്നെയായിരുന്നു. അരയന്ന പിട പോലെ തന്റെ മുന്നിൽ കൂടി നടന്നു നീങ്ങുന്ന ദേവയാനിയുടെ ശരീര ചലനങ്ങളിലേക്കായിരുന്നു അച്യുതന്റെ നോട്ടം. ദേവയാനി നടന്ന് വിഷമിച്ചോ? തൊണ്ടയൊന്ന് നേരെയാക്കിക്കൊണ്ട് അച്യുതൻ പതിഞ്ഞ ശബ്ദത്തിൽ ദേവയാനിയോട് ചോദിച്ചു. ദേവയാനിക്ക് അച്യുതനെ നോക്കും തോറും ദേഷ്യം കൂടി വന്നു. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അച്യുതനെ പരലോകത്തെത്തിക്കാം. പക്ഷേ പറ്റിയ അവസരം ഇതല്ല. ആ അവസരത്തിനെ തക്കം പാർത്തുകൊണ്ട് ദേവയാനി പലതും ചിന്തിച്ച് അച്യുതനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആള് വലിയ ദേഷ്യക്കാരിയാണല്ലോ. നടന്ന് തളർന്നെങ്കിൽ ഗണേശന്റെ പുറത്താകാം ഇനിയുള്ള യാത്ര. പറഞ്ഞ വായിലേക്കിട്ടില്ല. അതിനു മുമ്പ് ഗണേശന്റെ വാലിന്റെ ശക്തിയായ ഒരടി അച്യുതന്റെ മുതുകത്ത് തന്നെ കിട്ടി. അയാൾ വേദന കൊണ്ട് ചൂളിപ്പോയി. ദേവയാനിയെ പുറത്തു കയറ്റാൻ ഗണേശന് താല്പര്യമില്ല. അതുകൊണ്ടാണ് അവൻ വാലുകൊണ്ടൊരടി തനിക്ക് സമ്മാനിച്ചത്. നടന്നു മുന്നേറുന്നതിനിടയിൽ ദേവയാനിയുടെ നോട്ടം നമ്പൂതിരിയുടെ മേൽക്കായിരുന്നു. കുറച്ചങ്ങ് ചെന്നപ്പോൾ നടവഴിയുടെ ഇരുവശത്തും കരിമ്പനക്കൂട്ടങ്ങൾ നിരനിരയായി നിൽക്കുന്നു. കൊമ്പുകുലുക്കിയുള്ള കരിവീരന്റെ വരവ് കണ്ട് രാത്രി ഇരതേടിയിറങ്ങിയ പക്ഷികൾ ഒച്ചവെച്ച് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ദൂരെ നിന്ന് പാറി വന്ന കാറ്റിൽ പാലപ്പൂക്കളുടെ ഗന്ധം കലർന്നിരുന്നു. അച്യുതൻ ആ മാദക ഗന്ധത്തെ തന്റെ മൂക്കിലേക്ക് വലിച്ചു കയറ്റി. ദേവയാനിക്ക് വീട്ടുജോലി വല്ലതും അറിയാമോ? അച്യുതന്റെ ആ ചോദ്യം ദേവയാനിയെ ദേഷ്യത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. അവളുടെ മാൻമിഴികൾ ചുവന്നു. പെട്ടെന്ന് ദേവയാനിയുടെ നടപ്പിന്റെ വേഗത കുറഞ്ഞു. വെള്ളിയരഞ്ഞാണം പറ്റിച്ചേർന്ന് കിടക്കുന്ന കസവുമുണ്ട് ചുറ്റിക്കെട്ടിയ ദേവയാനിയുടെ അഴകേറിയ അരക്കെട്ടിലേക്കായിരുന്നു ആ സമയം അച്യുതന്റെ നോട്ടം. അതറിഞ്ഞുകൊണ്ട് തന്നെ ദേവയാനി ചെറുതായി ഒന്ന് ചിരിച്ചു. വഴിവക്കിലെ കരിമ്പനയുടെ ചുവട്ടിൽ നിന്ന് അവൾ പിന്നീട് മുന്നോട്ട് പോയില്ല. ദേവയാനിയുടെ വെളുക്കനെയുള്ള ചിരി കണ്ട് അച്യുതനും അവളുടെ അരികിലേക്ക് നീങ്ങി. ഗണേശന്റെ ചങ്ങലക്കിലുക്കം കുറച്ചേറെ അകലെയായി. ഞാൻ വേളി കഴിച്ചിട്ടില്ല കേട്ടോ. ഒറ്റ നോട്ടത്തിലെ എനിക്ക് ദേവയാനി ഇഷ്ടമായി. നമ്പൂതിരി നല്ലൊരു മനുഷ്യനാ. അദ്ദേഹത്തിനോട് പറഞ്ഞെന്നാൽ നമ്മുടെ വേളി അദ്ദേഹം നടത്തിത്തരും. ദേവയാനി അപ്പോഴും ചിരിച്ചു. ആ ചിരിയിൽ അവളുടെ ഇരു കോമ്പലുകളും പുറത്തേക്ക് നീണ്ടുവന്നു. ഇയാൾക്ക് എന്നെ വേളി കഴിക്കാൻ വലിയ ആശയാണല്ലോ. ദേവയാനിയുടെ ആ ചോദ്യം കേട്ടതും അച്യുതൻ
തിടുക്കത്തോടെ പറഞ്ഞു. ഇത്രയും സുന്ദരിയായ ഒരു യുവതിയെ ദൈവം തമ്പുരാൻ എനിക്ക് കാത്തുവച്ചതുകൊണ്ടാവാം എൻ്റെ വേല ഇതുവരേക്കും നടക്കാതിരുന്നത്. അതെ അതെ, നിങ്ങളെ എനിക്കായി വേണ്ടി തന്നെ മാറ്റി നിർത്തിയതാ. അച്യുതന്റെ മുഖത്ത് ഒരു നാണം നിഴലിച്ചു. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ നീ മിടുക്കി തന്നെയാ. പെണ്ണുങ്ങളായാൽ ഇങ്ങനെ തന്നെ വേണം. ദേവയാനിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അച്യുതൻ ദേവയാനിയുടെ അരികിലേക്ക് ചേർന്ന് നിന്നു. ആ സമയം അവളുടെ തേൻനിറമുള്ള കണ്ണിലെ കൃഷ്ണമണികൾ തന്നെ കാർന്നു തിന്നുന്നത് പോലെ അച്യുതന് തോന്നിപ്പോയി. പ്രണയം മൂത്ത അച്യുതൻ ദേവയാനിയുടെ കയ്യിൽ കയറി അങ്ങ് പിടിച്ചു. അത്ര മാത്രമേ അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ നിലം തൊടാതെ തന്റെ ശരീരം മേലേക്ക് ഉയർന്നതായി അയാൾക്ക് തോന്നി. തൊട്ടടുത്ത് നിന്ന കരിമ്പനിയുടെ മുകളിലായിരുന്നു പിന്നെ അച്യുതൻ എത്തിപ്പെട്ടത്. ഉമിനീര് ഒലിച്ചിറങ്ങുന്ന ദേവയാനിയുടെ ദംഷ്ട്രകളിലേക്ക് നോക്കിയപ്പോൾ തന്നെ അച്യുതന്റെ പകുതി ജീവൻ പോയി. നിലം തൊടാതെ നിന്ന ദേവയാനിയുടെ രൂപത്തിൽ നിന്ന് അച്യുതൻ പലതും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഇത്രയും നേരം മിണ്ടിയും പറഞ്ഞും കൂടെ നടന്നത് ഒരു യക്ഷിയുടെ കൂടെയാണെന്ന അറിവിൽ അയാൾ വീർത്ത് കുളിക്കാൻ തുടങ്ങി. ദേവയാനിയുടെ മുഖത്ത് അപ്പോഴും നിറഞ്ഞ പുഞ്ചിരി തന്നെയായിരുന്നു. എന്നെ വേലി കഴിക്കാനുള്ള ആഗ്രഹം അച്യുതന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ? ദേവയാനിയുടെ ചോദ്യത്തിന് മുന്നിൽ അച്യുതൻ തല കുനിച്ചു നിന്നു. അവളുടെ മുഖം തന്റെ കഴുത്തിനോടടുക്കും തോറും തന്റെ ചോര ഭയത്താൽ കട്ടപിടിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. മരണം മുന്നിൽ കണ്ട ആ നിമിഷത്തിൽ അച്യുതൻ നമ്പൂതിരിയെ വിളിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. ആ സമയം നമ്പൂതിരി തന്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പിന്നിലായി അച്യുതൻ നടന്നു വരുന്നുണ്ട്. അയാളുടെ പിന്നാലെ ദേവയാനിയും. പക്ഷേ അച്യുതന്റെ നടപ്പിൽ ഒരു വല്ലായ്മയുണ്ടെന്ന് നമ്പൂതിരി ഉടൻ തിരിച്ചറിഞ്ഞു. നമ്പൂതിരിയുടെ നിരീക്ഷണത്തിൽ അച്യുതന്റെ കണ്ണിലെ കൃഷ്ണമണികൾ മേലേക്ക് മറിഞ്ഞു കാണപ്പെട്ടു. ഉടനെ വലിയ നമ്പൂതിരി അച്യുതന്റെ കവിളിൽ മെല്ലെ ഒന്ന് തൊട്ടു. അയാളുടെ ശരീരം തണുത്തുറഞ്ഞ് ഒരു മൃതദേഹം പോലെ തോന്നിച്ചു. ഓഹോ, നിന്റെ തട്ടകം എത്തിയപ്പോൾ നീ നിന്റെ വേലത്തരങ്ങൾ തുടങ്ങി വെച്ചു. വലിയ നമ്പൂതിരി ഉടനെ തന്നെ ചില മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. മന്ത്രജപങ്ങൾക്ക് അവസാനം അദ്ദേഹം ആ സത്യം തിരിച്ചറിഞ്ഞു. അച്യുതന്റെ ആത്മാവിനെ അവൾ കരിമ്പനിയുടെ മുകളിൽ ബന്ധിച്ചിരിക്കുന്നു. തന്റെ പിന്നാലെ വരുന്നത് ആത്മാവ് നഷ്ടമായ അച്യുതനാണ്. ഈ ഞാൻ ജീവിച്ചിരിക്കെ അച്യുതനൊന്നും തന്നെ സംഭവിക്കില്ല. നമ്പൂതിരി ഉടൻ തന്നെ ഉച്ചത്തിൽ വളരെ ശക്തിയേറിയ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. കരിമ്പനിയുടെ ചുവട്ടിൽ നിന്ന് അച്യുതന്റെ ശരീരം അപ്പോൾ തന്നെ വെട്ടിയിട്ട വാഴ പോലെ നിലത്തേക്ക് വീണു. അച്യുതന്റെ മയക്കം താൽക്കാലികമാണെന്ന് നമ്പൂതിരിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം അച്യുതനെ താങ്ങിയെടുത്ത് കൊമ്പന്റെ പുറമെ വട്ടം കിടത്തി. ഗണേശ, നീ ഇവനെ ഒന്ന് നോക്കിക്കോളണേ, ഞാൻ ചില കാര്യങ്ങൾ നടത്തി ഇപ്പൊ വരാം. വലിയ നമ്പൂതിരിയുടെ വാക്കുകൾക്ക് ഗണേശൻ തല കുലുക്കി സമ്മതം അറിയിച്ചു. ആ സമയം ദേവയാനിയെ അവിടെ എങ്ങും കാണുന്നില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും കൂട്ടത്തിൽ കൂടിയ യക്ഷി ഒഴിഞ്ഞു പോകില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വഴിനീളെ ഒളിഞ്ഞും തെളിഞ്ഞും ദേവയാനിയുടെ ഉപദ്രവം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി യക്ഷിയെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ മാത്രം ആ പരിസരത്ത് ഉടലെടുത്ത നിശബ്ദത വേട്ടയാടൽ ആരംഭിക്കുന്നതിന് മുമ്പായിട്ടുള്ള തയ്യാറെടുപ്പാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദേവയാനി, നീ മറഞ്ഞിരുന്ന് മായ കാട്ടി എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. നീ ആരാണെന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാ. വലിയ നമ്പൂതിരി ശൂന്യതയിൽ നോക്കി അലറി. നമ്പൂതിരിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് വൃക്ഷത്തലപ്പുകളിലിരുന്ന ഇരപിടിയൻ പക്ഷികൾ ചിലച്ച് ചിറകടിച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് പറന്നകന്നു. നിലാവെളിച്ചത്തിനൊരു മങ്ങലേറ്റതുപോലെ തോന്നിയ നമ്പൂതിരി ഉടൻ തന്നെ കരിമ്പനിയുടെ ചുവട്ടിൽ കിടന്ന ചൂട്ടുകെട്ടുകളിൽ ഒന്നെടുത്ത് തീ കൊളുത്തി. അച്യുതന്റെ കൈവശമിരുന്ന ചൂട്ടുകെട്ടുകളായിരുന്നു അതെല്ലാം. കത്തിച്ചു പിടിച്ച ചൂട്ടുകെട്ടുകൊണ്ട് അദ്ദേഹം തന്റെ ചുറ്റുപാടും നിരീക്ഷിച്ചു. അടുത്തേക്ക് വരുന്ന കാൽച്ചിലങ്കയുടെ ശബ്ദം, നിലത്ത് വീണ് കിടക്കുന്ന കരിയിലകളിൽ കാൽപാദങ്ങൾ അമരുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. പക്ഷേ ദേവയാനി ഇപ്പോഴും കാണാൻ കഴിയുന്നില്ലായിരുന്നു. വൃക്ഷത്തിന്റെ ശിഖരങ്ങളെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു കാറ്റ് എങ്ങോ നിന്ന് വീശിയടിക്കാൻ തുടങ്ങി. ചൂട്ടുകട്ടിയിലെ തീനാളങ്ങൾ അണയാനായി വെമ്പൽ കൊണ്ടു. ആ സമയം ഏതോ കാട്ടുമൃഗം വളരെ വേഗത്തിൽ കിതക്കുന്നത് പോലെയുള്ള ഒരുതരം ശബ്ദം നീളൻ പുൽക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് കേൾക്കാമായിരുന്നു. എന്നെ ഭയപ്പെടുത്താനാണല്ലേ നിന്റെ ശ്രമം? ശരി, അത് നടക്കട്ടെ. നമ്പൂതിരി അല്പം പിന്നിലേക്ക് ചുവടുകൾ വെച്ചു. ഗണേശന്റെ മുതുകിലെ ചങ്ങലയിൽ കെട്ടിവെച്ചിരുന്ന സഞ്ചിയിൽ നിന്ന് ഒരു പിടി മഞ്ഞൾപ്പൊടി വാരിയെടുത്ത് ശേഷം നമ്പൂതിരി വീണ്ടും മുന്നോട്ട് നടന്നു. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ചില മന്ത്രങ്ങൾ ഉയർന്നു. കുറച്ചേറെ നേരം നീണ്ടുനിന്ന മന്ത്രജപങ്ങൾക്കൊടുവിൽ നമ്പൂതിരി കയ്യിലിരുന്ന മഞ്ഞൾപ്പൊടി
തന്റെ ചുറ്റിനുമായി വീശിയെറിഞ്ഞു. അതുവരെ അദൃശ്യമായി നിന്ന ദേവയാനിയുടെ രൂപം നമ്പൂതിരിയുടെ തൊട്ടരികെ തന്നെ പ്രത്യക്ഷമായി. മഞ്ഞളിൽ കുളിച്ചു നിന്ന ദേവയാനിയുടെ രൂപം കണ്ട് വലിയ നമ്പൂതിരി ഉറക്കെ ചിരിച്ചു. എന്റെ സിരകളിലോടുന്ന ചോര കൊണ്ട് നീ നിന്റെ ദാഹം തീർക്കാമെന്ന് ഓർക്കണ്ട. അഹങ്കാരം പറഞ്ഞതല്ല. ഞാൻ സേവിക്കുന്ന മൂർത്തികൾ എനിക്ക് രക്ഷ നൽകുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. കലികയറിയ ദേവയാനി തന്റെ നീളൻ തലമുടി കാറ്റിൽ ഉലച്ച ശേഷം ഉച്ചത്തിൽ അലറി. പനങ്കുല പോലെയുള്ള ആ മുടിയിഴകൾ പറ്റിപ്പിടിച്ചിരുന്ന മഞ്ഞൾപ്പൊടി അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്നു. ലേശം ഭയമില്ലാതെ തന്റെ മുന്നിൽ നിൽക്കുന്ന നമ്പൂതിരിയുടെ അടുത്തേക്ക് അലറിക്കൊണ്ടവൾ പാഞ്ഞടുത്തു. പക്ഷേ ദേവയാനിക്ക് നമ്പൂതിരിയെ തൊടാൻ പോലും ആയില്ല. പകരം അജ്ഞാതമായ ആരുടെയോ പ്രഹരമേറ്റ് അവൾ നിലത്തേക്ക് വീണു. ആ സമയം ദേവയാനിയുടെ രൂപത്തിന് പഴയതുപോലെ അത്ര ചന്തമില്ലായിരുന്നു. ഭയാനകമായ ഒരു രൂപത്തിലേക്ക് അവൾ ഇതിനകം മാറിക്കഴിഞ്ഞിരുന്നു. ജടപിടിച്ച മുടിയിഴകൾ, നീണ്ടു കൂർത്ത ദംഷ്ട്രകൾ, കരിമ്പൂച്ചിയുടേതുപോലെയുള്ള തിളങ്ങുന്ന കണ്ണുകൾ. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ യക്ഷി നിലത്തുനിന്ന് എണീറ്റു. നമ്പൂതിരിക്ക് ചുറ്റും അദൃശ്യമായ എന്തോ ഒരു ശക്തിയുടെ തരംഗങ്ങൾ ഉണ്ടെന്ന് യക്ഷി മനസ്സിലാക്കി. എന്നിട്ടും പിന്മാറാൻ അവൾക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഭയാനകമായ പല രൂപങ്ങളും എടുത്ത് നമ്പൂതിരിയെ അവൾ ഭയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു കുലുക്കവുമില്ലാതെ നമ്പൂതിരി നിന്നെടുത്ത് തന്നെ നിന്നു. ഒടുക്കം ഗണേശന്റെ ചങ്ങലയിൽ തൂക്കിയിരുന്ന സഞ്ചിയിൽ നിന്ന് ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥം കയ്യിലെടുത്തുകൊണ്ട് നമ്പൂതിരി മന്ത്രജപങ്ങൾ ആരംഭിച്ചു. യക്ഷി ആ സമയം അത്രയും വേദനയോടെ അലറിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. മന്ത്രജപങ്ങൾക്ക് അവസാനം നമ്പൂതിരി യക്ഷിയെ തന്റെ വരുതിയിലാക്കി. പഴയ രൂപത്തിലേക്ക് മാറിയ യക്ഷിയെ നോക്കി നമ്പൂതിരി ചിരിച്ചു. നിന്നെ ഇവിടെ വിട്ടിട്ട് പോയാൽ പാവങ്ങളായ വഴിയാത്രക്കാരെ നീ ഇനിയും ഉപദ്രവിക്കും. അതുകൊണ്ട് കൂടെ പോന്നോളൂ. നിന്റെ ചട്ടമ്പിത്തരങ്ങളൊന്നും തന്നെ എന്റെ അടുത്ത് ചിലവാകില്ല. മറ്റു വഴികളില്ലാതെ ദേവയാനി നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് യാത്രയായി. ശക്തിയുള്ള മന്ത്രധ്വനികളാൽ യക്ഷിയെ ബന്ധിച്ച് കൂടെ കൂട്ടിയ നമ്പൂതിരി പകലെത്തിയപ്പോഴേക്കും തന്റെ ഇല്ലമായ വലിയടത്തെത്തി. ഇല്ലത്തേക്ക് കയറിയ ഉടൻ തന്നെ വിജയസേന നമ്പൂതിരി കൂടെ വന്ന യക്ഷിയുടെ ശക്തിയെ ഒരു നാരായത്തിലേക്ക് ആവാഹിച്ച് നടുമുറ്റത്തെ തുളസിത്തറയ്ക്ക് മുന്നിൽ തറച്ചു. ശേഷം ഇല്ലത്തെ തന്റെ ബന്ധുജനങ്ങളോട് പറഞ്ഞു, കൂടെ വന്നിരിക്കുന്നത് അച്യുതന്റെ ഒരു അകന്ന ബന്ധുവാ. ആരുമില്ലാത്തവളാ. എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് അവൾ ഇവിടെ നിന്നോളൂ. പക്ഷെ ഒരു കാരണവശാലും നടുമുറ്റത്തേക്ക് അവളെ കയറ്റാൻ പാടില്ല. അവിടുത്തെ തുളസിത്തറയിൽ എന്റെ ഉപാസനാമൂർത്തികൾ കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കാര്യം ചെല്ലുന്നത് എനിക്കിഷ്ടമല്ല. നമ്പൂതിരി തഞ്ചത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ശക്തികളെല്ലാം നഷ്ടപ്പെട്ട ദേവയാനി സാധാരണ ഒരു പെണ്ണിനെ പോലെ ഇല്ലത്ത് തന്നെ കൂടി. പക്ഷേ സദാസമയവും തുളസിത്തറയ്ക്ക് മുന്നിൽ തറച്ച നാരായത്തെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്തയത്രയും. ഈ സമയം കൊമ്പൻ ഗണേശൻ തന്റെ മുകളിൽ കിടന്നിരുന്ന അച്യുതനെ തുമ്പിക്കൈകൊണ്ട് നിലത്തേക്ക് കിടത്തി. പിന്നീട് മുറ്റത്തെ കിണറിനെടുത്തിരുന്ന പാത്രത്തിലിരുന്ന വെള്ളം തന്റെ തുമ്പിക്കൈയിലെടുത്ത് അയാളുടെ മുഖത്തേക്ക് ചീറ്റിച്ചു. അച്യുതൻ ഉടനെ മുഖം തുടച്ചുകൊണ്ട് ചാടിപ്പിടഞ്ഞെണീറ്റു. ആ സമയം നമ്പൂതിരിയുടെ കൂടെ ദേവയാനിയെ കണ്ടതോടുകൂടി അച്യുതൻ വിറയ്ക്കാൻ തുടങ്ങി. അച്യുത, നീ പേടിക്കണ്ട കേട്ടോ. ദേവയാനി ഇനി ഇല്ലത്തുണ്ടാകും. ധൈര്യമായി തന്നെ നിനക്ക് അവളെ വേലി ആലോചിക്കാം. വേണ്ടങ്ങുന്നേ, എന്റെ ജീവിതത്തിൽ വേലി കഴിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുക. അച്യുതൻ അവളെ ഭയത്തോടെ നോക്കി. ഒരു കാട്ടുപൂച്ചയെപ്പോലെ ദേവയാനിയും അച്യുതനെ കണ്ണുകൊണ്ടാകെ ഒന്നൊഴിഞ്ഞു. തുളസിച്ചെടി നിൽക്കുന്ന നടുമുറ്റത്ത് തറച്ചിരിക്കുന്ന നാരായത്തെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് ദേവയാനിയുടെ ഓരോ ദിനങ്ങളും കഴിഞ്ഞു. വലിയടുത്ത മനയുടെ വടക്ക് ഭാഗത്തായി വലിയൊരു താമരക്കുളമുണ്ട്. അതിന്റെ പടവുകളിൽ ഇരുന്നുകൊണ്ട് അച്യുതൻ വെള്ളത്തിൽ ഞൊടിച്ചു പാഞ്ഞു നീന്തി നടക്കുന്ന പരൽ മീനുകളെ പടച്ചോറൂട്ടുകയായിരുന്നു. എന്തൊക്കെയോ ചിന്തകൾ അയാളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. വലിയ നമ്പൂതിരി എന്ത് ഭാവിച്ചാണോ ആ യക്ഷിയെ ഇല്ലത്ത് തന്നെ പാർപ്പിച്ചിരിക്കുന്നത്? എന്തോ പൂരം കഴിഞ്ഞ് ഇല്ലത്ത് വന്നപ്പോൾ മുതൽ മനസ്സിന് വല്ലാത്തൊരു ഭാരമാണ്. തനിക്കും വലിയ നമ്പൂതിരിക്കും മാത്രമേ അറിയൂ ദേവയാനി ഒരു യക്ഷിയാണെന്ന്. അച്യുതന്റെ ചിന്തകൾ കാടുകയറി. ആ സമയത്ത് പിന്നിലായി ഒരു കൊലുസിന്റെ കിലുക്കം കേട്ടു. അയാൾ ഉടനെ വെട്ടിത്തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. കുളത്തിന്റെ പടവുകൾ ഇറങ്ങി വരുന്ന ദേവയാനിയെ കണ്ട് അച്യുതന്റെ മനസ്സിലെ ഭയം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. ഏറ്റവും താഴത്തെ പടിക്കെട്ടിൽ തന്നെയും നോക്കി വാപൊളിച്ചു നിൽക്കുന്ന അച്യുതനെ കണ്ടപ്പോൾ ദേവയാനി ഒന്ന് ചിരിച്ചു. കുറച്ചു നേരം അയാളെ തന്നെ നോക്കി നിന്നതിന് ശേഷം ദേവയാനി അച്യുതനോടായി പറഞ്ഞു,
എന്തിനാ അച്യുത എന്നെ കണ്ട് ഇങ്ങനെ ഭയക്കുന്നത്? നിന്റെ വലിയ നമ്പൂതിരി എന്റെ ശക്തികളെല്ലാം ആ നാരായത്തിൽ ആവാഹിച്ച് തുളസിത്തറയിൽ തറച്ചിരിക്കുകയല്ലേ. ശക്തിയില്ലാത്ത എന്നെ ഭയക്കേണ്ട ഒരാവശ്യവും നിനക്കില്ല. വിജയസേനൻ നമ്പൂതിരി അക്കാര്യം തന്നെ പല പ്രാവശ്യം പറഞ്ഞു ധരിപ്പിച്ചെങ്കിലും ദേവയാനിയെ കാണുമ്പോഴേ തന്റെ കൈയും കാലും അറിയാതെ വിറയ്ക്കാൻ തുടങ്ങും. ദേവയാനി നീരാടാനുള്ള തയ്യാറെടുപ്പിലാണ്. കഴുകി വിരിക്കാനുള്ള തുണികൾ അവൾ പടവുകൾ വെച്ചതിന് ശേഷം കാച്ചിയ വെളിച്ചെണ്ണ നീളൻ തലമുടിയിലേക്ക് തേച്ചു പിടിപ്പിക്കാൻ തുടങ്ങി. കറുത്ത ചുരുണ്ട നീളൻ മുടിയിഴകളിലേക്ക് നോക്കിക്കൊണ്ട് അച്യുതൻ കുളത്തിന്റെ പടിക്കെട്ടുകളിലേക്ക് കയറാൻ തുടങ്ങി. അവളുടെ ശക്തികളെ നമ്പൂതിരി നാരായത്തിലേക്ക് ആവാഹിച്ചെങ്കിലും തന്റെ അവർണ്ണനീയമായ സൗന്ദര്യം കാട്ടി ആരെയും മയക്കാനുള്ള ശക്തി ഇപ്പോഴും അവൾക്കുണ്ടെന്ന് അച്യുതന് തോന്നിപ്പോയി. പ്രഭാതത്തിന്റെ കുളിരുള്ള കാറ്റിൽ കാച്ചെണ്ണയുടെ സുഗന്ധം അലിഞ്ഞു ചേരാൻ തുടങ്ങി. വെള്ളിക്കൊലുസുകൾ അണിഞ്ഞ കാലുകൾ കുളത്തിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അവൾ അച്യുതനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്നും ഈ മനക്കുള്ളിൽ എന്നെ പിടിച്ചു നിർത്താമെന്നാണ് നിന്റെ വലിയ നമ്പൂതിരിയുടെ വ്യാമോഹം. ഏതെങ്കിലും ഒരു ദിവസം എന്റെ ശക്തികളെ വീണ്ടെടുത്ത് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ദേവയാനിയോട് മറുത്തൊന്നും പറയാതെ അച്യുതൻ കുളത്തിൽ നിന്ന് കയറിപ്പോയി. ഏകദേശം 6 മാസം കഴിഞ്ഞിരിക്കുന്നു താൻ ഈ ഇല്ലത്ത് വന്ന് പെട്ടിട്ട്. ഗഗനചാരിയായ ഒരു യക്ഷി മനുഷ്യന്മാരുടെ കൂടെ ഇല്ലത്ത് ദാസിപ്പണി ചെയ്യുന്നു. അത് ഓർത്തപ്പോൾ തന്നെ ദേവയാനിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. വലിയ നമ്പൂതിരിയായ വിജയസേനോട് അവൾക്ക് അടങ്ങാത്ത പക തോന്നി. തുളസിത്തറയിൽ തറച്ചിരിക്കുന്ന നാരായത്തിൽ സ്പർശിക്കാൻ തനിക്കൊരിക്കലും കഴിയില്ല. മറ്റാരുടെയെങ്കിലും സഹായത്താൽ അത് പുറത്തെടുക്കാൻ സാധിച്ചാൽ തന്റെ നഷ്ടപ്പെട്ട ശക്തികൾ തിരിച്ചു കിട്ടും. ഇത്രയും നാൾ അതിനായി പലതവണ ശ്രമിച്ചെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. ഓഹോ, നീ ഇവിടെ വന്നിരിക്കുക. ഞാൻ എവിടെയെല്ലാം നിന്നെ തിരഞ്ഞു. പ്രാർത്ഥനയുള്ളതെല്ലാം നിനക്ക് കഴിഞ്ഞല്ലോ അല്ലേ? ഈ കസവ് തുണികൾ നന്നായി തിരുമ്മി വെളുപ്പിക്കണം. അത് കഴിഞ്ഞെന്നാൽ ഇല്ലത്ത് ഏറെ പണിയുണ്ട്. നെല്ലുണക്കാനുണ്ട്. തലയിൽ തേക്കാനായി കാശിത്തുമ്പിയിട്ട് കുറച്ച് എണ്ണ കാച്ചിയെടുക്കണം നീ. വലിയ നമ്പൂതിരിയുടെ ഭാര്യ ശ്രീദേവി അന്തർജനം ഓരോരോ ജോലികൾ കൽപ്പിക്കുകയാണ്. അവരുടെ കണ്ണിൽ താൻ നിരാലംബയായ ഒരു പാവം പണിക്കാരി പെണ്ണ്. എങ്ങനെയെങ്കിലും അവരുടെ ഇഷ്ടം പിടിച്ചുപറ്റി അവരെ കൊണ്ട് തന്നെ ആ നാരായം പുറത്തെടുക്കണമെന്നാണ് താൻ പല പ്രാവശ്യം ആലോചിച്ചത്. പക്ഷേ ആ സ്ത്രീ തന്നോട് എപ്പോഴും ഒരു അകലം പാലിക്കുന്നു. ഇങ്ങനെ പണികൾ പറഞ്ഞു കൽപ്പിക്കാൻ മാത്രമേ അവരെങ്ങനെ തന്നോട് മിണ്ടാറുള്ളൂ. എന്താ ദേവയാനി നീ ആലോചിക്കുന്നത്? തുണി തിരുമിയിട്ടിട്ട് നീ വേഗം അടുക്കളയിലേക്ക് വന്നോളൂ. അന്തർജനം ജോലികൾ പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം തിടുക്കത്തിൽ ഇല്ലത്തേക്ക് നടന്നു നീങ്ങി. സൂര്യൻ ഉദിച്ച് അസ്തമിക്കും വരെ തീരാത്ത പണികളാ ഈ ഇല്ലത്ത്. ഓ, മടുത്തു ഇവിടെ. വലിയ നമ്പൂതിരി വിജയസേനോടുള്ള അടങ്ങാത്ത പകയാൽ ദേവയാനിയുടെ മനസ്സ് ചൂടുപിടിച്ചു. അല്പനേരം കഴിഞ്ഞ് ദേവയാനി കുളത്തിലേക്കിറങ്ങി. വെള്ളിപ്പരൽമീനുകൾ അവളുടെ കാലുകൾ ഇക്കിളി കൂട്ടി. അരയോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവൾ കുളത്തിലെ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവുകളെ നോക്കി. പൂവുകൾക്ക് ചുറ്റും പാറി നടക്കുന്ന കരിവണ്ടിന്റെ നിഴലുകളെ കൊതിയോടെ നോക്കുന്ന വലിയ പരൽമീനുകൾ. ദൂരെ നിന്ന് വന്ന കാറ്റിൽ താമരപ്പൂവുകൾ ആടി ഉലഞ്ഞു. ദേവയാനി വെള്ളത്തിലേക്ക് മുങ്ങാങ്കുഴിയിട്ടു. താമരത്തണ്ടുകൾക്കിടയിലൂടെ നീന്തി നടക്കുന്ന വെള്ളിമീനുകൾക്കൊപ്പം അവളും നീന്തി. തന്റെ ലോകത്തിൽ ഈ മീനുകളെപ്പോലെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ചിന്തിച്ച് അവളുടെ മനസ്സ് വേദനിച്ചു. അല്പനിമിഷത്തിനുള്ളിൽ തന്നെ വെള്ളത്തിന് മുകളിലേക്ക് ദേവയാനി മുങ്ങി നിവർന്നു. കുളക്കടവിലെ പടവുകൾക്ക് മുകളിൽ നിന്ന് ആ സമയം ഒരു മൂളിപ്പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ വിടർന്ന കണ്ണുകളാൽ ചുറ്റും നോക്കി. കുളപ്പുരയുടെ താഴത്തെ പടിയിൽ ഒരു ചെറുപ്പക്കാരനിരിക്കുന്നു. അയാൾ കണ്ണടച്ചു പിടിച്ച് ഓടക്കുഴൽ വായിക്കുകയാണ്. ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ. അങ്ങനെ ഒരാളെ ഈ ഇല്ലത്ത് അവൾ മുമ്പേ കണ്ടിട്ടില്ല. ദേവയാനി ഉടനെ കുളത്തിൽ നിന്ന് കരയിലേക്ക് കയറി. അവളുടെ കൊലുസിന്റെ ശബ്ദം കേട്ടിട്ടെന്ന വണ്ണം ആ യുവാവിന്റെ നോട്ടം അവളിൽ പതിഞ്ഞു. അയാൾ പാട്ട് നിർത്തി. പടിക്കെട്ടിൽ നിന്ന് തിടുക്കത്തിൽ എണീറ്റു. അയാൾ അവളെ തന്നെ ഉറ്റുനോക്കാൻ തുടങ്ങി. അനേകം താമരപ്പൂക്കളുടെ മുന്നിലായി ഈറൻ ഉടുത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ നനഞ്ഞ നീളൻ മുടുത്തുമ്പിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നുണ്ട്. ആരെയും ആകർഷിക്കുന്ന വടിവൊത്ത ശരീരം, വെളുത്ത വട്ടമുഖം, നീണ്ട മൂക്ക്, അതിനറ്റത്തുള്ള തിളങ്ങുന്ന മുക്കുത്തിക്കല്ല്, ചുവന്ന തുടുത്ത ചുണ്ടുകൾ, നീണ്ട കൺപീലികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ സൂര്യന്റെ പ്രകാശമേറ്റ് വജ്രക്കല്ല് പോലെ തിളങ്ങി. ദേവയാനി പടിക്കെട്ടിലിരുന്ന തുണികൾ തിടുക്കത്തിലെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട്
പടവുകൾ ഓടിക്കയറാൻ തുടങ്ങി. യുവാവിന്റെ നോട്ടം അപ്പോഴും അവളുടെ നേർക്ക് തന്നെയായിരുന്നു. അയാളുടെ തൊട്ടു മുന്നിലെത്തി ദേവയാനിയെ തടഞ്ഞുകൊണ്ട് അയാൾ ചോദിച്ചു, "നീ ഏതാ പെണ്ണേ?" ദേവയാനി പരിഭ്രമം നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തിടുക്കം കൂട്ടി. "എടി പെണ്ണേ, നീ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണോ?" "അനിയൻകുട്ടി, ഇവൾ ഇവിടുത്തെ വേലക്കാരി പെണ്ണാ." പിന്നിൽ ശ്രീദേവി അന്തർജനത്തിന്റെ ശബ്ദം കേട്ട് യുവാവ് ഉടനെ വെട്ടിത്തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. "എന്തിനാ അവിടെ തൂണ് പോലെ നിൽക്കുന്നത്? വേഗം ഇങ്ങോട്ട് പോന്നോളൂ. ഊണ് കാലമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ." പതഞ്ഞു പൊങ്ങി വന്ന ദേഷ്യം ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് ദേവയാനി ശ്രീദേവി അന്തർജനത്തിന്റെ പിന്നാലെ നടന്നു നീങ്ങി. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടാ അനിയൻകുട്ടി ഈ ഇല്ലത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. വലിയ തിരുമേനിയുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അനിയൻകുട്ടി അമ്മാവന്റെ വീട്ടിൽ നിന്നാ വളർന്നത്. അമ്മാവൻ വലിയ സംഗീത വിദ്വാനാ. അനിയൻകുട്ടിക്ക് കുട്ടിക്കാലത്ത് ഈ സംഗീതത്തിൽ വലിയ കമ്പമാ. അതിനാൽ അവൻ അമ്മാവന്റെ കൂട്ടത്തിൽ കൂടി സംഗീതം പഠിക്കുകയായിരുന്നു. ഞാനും വലിയ നമ്പൂതിരിയും ഒത്തിരി നിർബന്ധിച്ചിട്ടാ ആളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നീ വേഗം തന്നെ നാവിന് രുചിയുള്ള 3-4 കൂട്ടം കറി ഉണ്ടാക്കണം." അനിയൻകുട്ടി. ദേവയാനിയുടെ മനസ്സിൽ ആ സംബോധന ഒരു ചൂണ്ടക്കുളുത്ത് പോലെ ഉടക്കി നിന്നു. വിജയസേനൻ നമ്പൂതിരിയുടെ അനിയൻ, ഗാനഗന്ധർവൻ. ഹരിപ്രസാദിനെ പറ്റി പണിക്കാരി പെണ്ണുങ്ങൾ പലപ്പോഴും പറഞ്ഞ് താൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇയാളെ തന്റെ വശത്താക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ തനിക്കിവിടെ നിന്ന് ഒരു മോചനമുണ്ടാകും. മുന്നോട്ട് നടന്നു നീങ്ങിയ ദേവയാനി ഒരു നിമിഷം ഒന്ന് നിന്നു. തിരിഞ്ഞൊന്ന് ഹരിപ്രസാദിനെ നോക്കി. കുളപ്പുരയുടെ മുന്നിൽ നിന്ന് അപ്പോഴും അവന്റെ നോട്ടം ദേവയാനിയിലേക്കായിരുന്നു. തെല്ല് ഗൗരവം ഭാവിച്ചുകൊണ്ട് ദേവയാനി മുഖം തിരിച്ച് അന്തർജനത്തിന്റെ പിന്നാലെ പോയി. വലിയാടത്തില്ലത്തിന്റെ വടക്കേ പറമ്പിലുള്ള വലിയൊരു തെങ്ങിന്റെ ചുവട്ടിലായി കൊമ്പൻ ഗണേശൻ പനയോല തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവന്റെ അരികിൽ തന്നെ അച്യുതനുമുണ്ട്. പണ്ടത്തെ പോലെ ഒരു ഉന്മേഷവും അയാളുടെ മുഖത്തില്ലായിരുന്നു. കയ്യിലിരുന്ന വാഴപ്പഴങ്ങൾ ഗണേശന്റെ വായിലേക്ക് വെച്ചുകൊണ്ട് വിജയസേനൻ നമ്പൂതിരി അച്യുതന്റെ മുഖത്തേക്ക് നോക്കി. "അച്യുത, നിന്റെ ചിന്ത ദേവയാനിയെ പറ്റിയാണോ?" ദേവയാനിയുടെ പേര് കേട്ടതും അച്യുതൻ ഞെട്ടിപ്പിടഞ്ഞെണീറ്റ് 4 പാടും നോക്കി. "എന്റെ അച്യുത, നീ എന്തിനാ അവളെ ഇത്ര ഭയക്കുന്നത്? അവളുടെ എല്ലാ ശക്തിയും ആ നാരായത്തിലാ. അതിപ്പോഴും ആ നടുത്തളത്തിലെ തുളസിത്തറയിൽ ഭദ്രമാ. അവിടേക്ക് അവൾക്ക് ഒരിക്കൽ പോലും അടുക്കാൻ പറ്റില്ല. അതിന് ശ്രമിച്ചാൽ അവളുടെ ദേഹം ആ നിമിഷം ചുട്ടുപഴുക്കും. അതുകൊണ്ട് അവൾ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കും. സാധാരണ ഒരു പെണ്ണിനെ പോലെ നീ അവളെ കണ്ടാൽ മതി. പണ്ടത്തെ ഒരു ശക്തിയും അവൾക്കിപ്പോഴില്ല. എന്റെ നമ്പൂതിരി, അവൾ ഇവിടെ അടങ്ങി ഒതുങ്ങി കാലങ്ങളോളം നിൽക്കുമെന്ന് അങ്ങയ്ക്ക് തോന്നുന്നുണ്ടോ? നഷ്ടമായ ശക്തികൾ സ്വന്തമാക്കുവാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അച്യുത. പക്ഷേ അത് അവളുടെ നടക്കാത്ത ആഗ്രഹമായി തന്നെ മനസ്സിലിരിക്കുകയേ ഉള്ളൂ. ആർക്കും ഒരു തരത്തിലുള്ള ഹാനിയും ഉണ്ടാക്കുവാൻ അവൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അവളെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല." ആ സമയം ദേവയാനി ഒരു ഓട്ടുപാത്രത്തിൽ കുറച്ച് ശർക്കരയുമായി അങ്ങോട്ടെത്തി. അവൾ ഗണേശനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, "ഗണേശ, ഇത് നിനക്ക് തരാനായി അന്തർജനം എന്നെ ഏൽപ്പിച്ചതാ." ശർക്കരയുണ്ടകൾ കയ്യിലെടുത്ത് ദേവയാനി ഗണേശനെ നേർക്ക് നീട്ടി. കൊമ്പൻ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. പകരം കണ്ണുരുട്ടി അവളെ ഒന്ന് നോക്കി. ശേഷം കൊമ്പ് കുലുക്കി ഒന്ന് ചിഹ്നം വിളിച്ചു. അത് കണ്ട് വലിയ നമ്പൂതിരി ഉച്ചത്തിൽ ചിരിച്ചു. "ദേവയാനി, ഗണേശനും അച്യുതനും നിന്നെ നന്നായിട്ടറിയാം. തൃശൂർ പൂരം കൂടി മടങ്ങുന്ന വഴി കൂടെ കൂടിയതല്ലേ നീ? നിന്റെ യഥാർത്ഥ രൂപം ഞങ്ങൾക്കറിയാലോ. അത് മറക്കാൻ എനിക്ക് കഴിയും. പക്ഷെ ഈ പാവങ്ങൾക്കതിനാവുന്നില്ല. അതുകൊണ്ട് അച്യുതനോട് ലോഹ്യത്തിലാകാൻ ശ്രമിച്ചാലും ഗണേശനോട് അടുക്കാൻ ശ്രമിക്കണ്ട നീ. ഞാൻ ലോഹ്യം കൂടുന്നത് ആരോടാണെന്ന് വൈകിയ നമ്പൂതിരി അറിയൂ." ദേവയാനിയുടെ മനസ്സ് വായിക്കാൻ ഗണേശന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അവളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയ കൊമ്പൻ വീണ്ടും കൊമ്പ് കുലുക്കി അലറാൻ തുടങ്ങി. "അടങ്ങേണ്ട ഗണേശ." "ദേവയാനി, ഗണേശനെ ദേഷ്യം പിടിപ്പിക്കാതെ നീ വേഗം ഇവിടുന്ന് പൊയ്ക്കോളൂ." കയ്യിലിരുന്ന ശർക്കരപാത്രം നിലത്തേക്ക് വെച്ച് ദേവയാനി ദേഷ്യത്തിൽ അവിടെ നിന്ന് നടന്നകന്നു. "കണ്ടില്ലേ അങ്ങുന്നേ അവളുടെ ചവിട്ടി തുള്ളിയുള്ള പോക്ക്? അവളുടെ മനസ്സിൽ അങ്ങയോട് അടങ്ങാത്ത പകയാ." അച്യുതൻ ദേവയാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. "അവൾ എത്ര കലിതുള്ളിയാലും ഇവിടെയൊന്നും നടക്കില്ല അച്യുത. നീ ഗണേശനെ പുഴയിൽ കൊണ്ടുചെന്ന് ശരീരം തണുക്കെ ഒന്ന് കുളിപ്പിക്ക്. എനിക്കൊരിടം വരെ പോകാനുണ്ട്." വലിയ നമ്പൂതിരി വെറ്റിലം മുറുക്കിക്കൊണ്ട്
അവിടെ നിന്ന് നടന്നകന്നു. ഉച്ചക്കൂണ് വിളമ്പിയപ്പോഴും ഹരിപ്രസാദിന്റെ നോട്ടം ദേവയാനിയുടെ നേർക്കായിരുന്നു. വലിയ നമ്പൂതിരി ഊണ് കഴിഞ്ഞെണീറ്റപ്പോൾ ഹരി അദ്ദേഹത്തിനോടായി ചോദിച്ചു, ഇവൾ അച്യുതന്റെ ആരാ വല്യേട്ടാ? വിജയസേനൻ ദേവയാനി നോക്കിക്കൊണ്ട് പറഞ്ഞു, അച്യുതന്റെ ഒരകന്ന ബന്ധുവാ. വകയിൽ അവന്റെ ഒരു അമ്മാവന്റെ മകളായിട്ട് വരും. വലിയ ബുദ്ധിമുട്ടിലാ ആ കുടുംബം കഴിയുന്നതേ. അതാ ഇവളെ ഇവിടെ പണിക്ക് നിർത്തിയത്. ആ സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമില്ലാത്ത പോലെ വലിയ നമ്പൂതിരി മുറിവിട്ട് പുറത്തേക്കിറങ്ങി. ശ്രീദേവി അന്തർജനം ഹരിപ്രസാദിന്റെ അമ്മ വീട്ടിലെ വിശേഷങ്ങളും തിരക്കി അവന്റെ ഒപ്പം ഇരുന്നു. ഏടത്തിയമ്മ ഒപ്പം ഇരുന്നത് കൊണ്ട് ദേവയാനി മനഃപൂർവ്വം പിന്നീട് അങ്ങോട്ട് ചെന്നില്ല. സൂര്യൻ അസ്തമിച്ചു. ആകാശത്തെ ചുവപ്പ് രാശി എവിടെയോ മറഞ്ഞു. കണ്ണിന് കുളിർമയായി നിലാവ് പെയ്തിറങ്ങി. ദേവയാനി തനിക്കായി നൽകിയ ചായ്പിന്റെ ജനലിലൂടെ ആകാശത്തുദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ നോക്കി. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ആകാശത്തിൽ ഗന്ധർവന്മാരോടൊപ്പം ഗഗനചാരിയായി നടന്നൊരു യക്ഷി ഇന്നിവിടെ. ദേവയാനിയുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഓടിയെത്തി. വല്യേടത്ത് കാവിൽ നിന്ന പാലമരം പൂത്തിരുന്നു. കാവിൽ നിറഞ്ഞൊഴുകിയ പാലപ്പൂ മണം ദേവയാനിയുടെ മൂക്കിലുമെത്തി. പിന്നെ അവൾക്ക് അവിടെ നിൽക്കാനേ തോന്നിയില്ല. ചായ്പിന്റെ വാതിലുകൾ തുറന്ന് അവൾ തൊടിയിലേക്കിറങ്ങി. ചിറകു മുറിച്ചൊരു പക്ഷി പറക്കാൻ ശ്രമിക്കുന്നത് പോലെ ദേവയാനി ആ നിലാവിൽ അപ്രത്യക്ഷമാകാൻ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കി. വേടന്റെ പിടിയിലകപ്പെട്ട പക്ഷിക്ക് തന്റെ ചിറകുകൾ അറ്റുപോയിരിക്കുന്നു എന്ന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാറില്ല. അവ എപ്പോഴും പറക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ദേവയാനിക്ക് തന്റെ ശക്തികൾ നഷ്ടമായെന്ന് ഉൾക്കൊള്ളാൻ പലപ്പോഴും കഴിയാറില്ലായിരുന്നു. തന്റെ ശ്രമം വിജയകരമായില്ല എന്നറിഞ്ഞ നിമിഷത്തിൽ അവളുടെ മനസ്സിൽ വിജയസേനയോടുള്ള പക ആളിക്കത്തി. ചന്ദ്രന്റെ വെട്ടത്തിൽ കുളിച്ചു നിൽക്കുന്ന തൊടിയിൽ നിന്നുകൊണ്ട് അവൾ ചുറ്റുപാടും നോക്കി. തഴച്ചു വളർന്നു നിൽക്കുന്ന വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിൽ പറന്നു നടക്കുന്ന മിന്നാമിന്നി കൂട്ടങ്ങൾ. അവൾ അവയെ നോക്കി കണ്ണു ചിമ്മി. യക്ഷികളോടും നാഗങ്ങളോടുമുള്ള ഭയത്താൽ ഇപ്പോഴും നിലനിന്നു പോകുന്ന കാവുകൾ, ആ കാവുകളുടെ പറഞ്ഞറിയിക്കാനാവാത്ത സൗന്ദര്യം, കാവിലെ വള്ളിപ്പടർപ്പുകൾ തൂങ്ങിയാടുന്ന വൻമരങ്ങൾ, അവയ്ക്ക് കീഴെയുള്ള ചിത്രകൂടങ്ങൾ, അവിടുത്തെ തണുപ്പ്, ഇരുട്ടുപടർന്ന സർപ്പക്കുളം, നാഗങ്ങൾ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന യക്ഷിത്തറ, ചീവീടുകളുടെ താളത്തിലുള്ള രാഗം തന്നെ അങ്ങേയറ്റം ആകർഷിക്കുകയാണ്. ദേവയാനി വേഗത്തിൽ കാവിലേക്ക് നടന്നെടുത്തു. ആ സമയം പാലമരത്തിന്റെ ഏതോ ഒരു കൊമ്പിൽ നിന്ന് ഒരു കൂമൻ ചിലച്ചുകൊണ്ട് അവളുടെ തോളിൽ വന്നിരുന്നു. ഏറെ സ്നേഹത്തോടെ രാത്രിയുടെ തോഴനായ ആ കൂമന്റെ തലയിൽ അവൾ തലോടി. അത് അവളുടെ തലോടൽ അങ്ങേയറ്റം ആസ്വദിച്ചുകൊണ്ട് അവളുടെ തോൾ തന്നെ ഇരുപ്പുറപ്പിച്ചു. പൂത്തുവിടർന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പാലമരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ സ്വർഗത്തിലെത്തിയ ഒരു സുഖം ദേവയാനിക്ക് അനുഭവപ്പെട്ടു. തന്റെ പ്രിയ തോഴിയുടെ വരവിൽ സന്തോഷിച്ച ആ ഏഴിലം പാല ദേവയാനിയുടെ മേലേക്ക് പൂമഴ പൊഴിച്ചു. പാലയും യക്ഷിയും തമ്മിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരടുപ്പമുണ്ട്. പാലപ്പൂക്കൾ തലയിൽ ചൂടാനായി പാലച്ചുവട്ടിൽ വരുന്ന രാത്രിയുടെ തോഴിയായ യക്ഷി. അവളുടെ ലോകം പാലമര ചുവടാണ്. ദേവയാനി ആ തണുപ്പുള്ള രാത്രിയിൽ പാലപ്പൂമരത്തെ കെട്ടിപ്പിടിച്ച് ഏറെ നേരം നിന്നു. എവിടെയോ നിന്ന് പറന്നു വന്ന നിശാചലഭങ്ങൾ അവളെ വലം വെച്ച് പറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ രാത്രിയെ സ്നേഹിക്കുന്ന ചില പറവകളും ശലഭങ്ങളും ശക്തികളൊക്കെയും നഷ്ടമായ ഒരു യക്ഷിയും ആ ഏഴിലം പാലച്ചുവട്ടിൽ ഒത്തുകൂടി. മനുഷ്യരക്തം കുടിച്ചാൽ മാത്രമേ ഒരു യക്ഷിക്ക് തന്റെ നിത്യയൗവനം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യക്ഷികൾ മനുഷ്യരെ വേട്ടയാടുന്നത്. പക്ഷെ ഇപ്പോൾ താൻ വെറുമൊരു മനുഷ്യസ്ത്രീയായി മാറിയിരിക്കുന്നു. അതിനാൽ മനുഷ്യനെ ബാധിക്കുന്ന വാർദ്ധക്യം തന്നെയും ബാധിക്കുന്നതാണ്. ആ ഒരു ഓർമ്മയിൽ തന്നെ ദേവയാനിയുടെ ഉള്ളു പിടഞ്ഞു. ഏഴിലം പാലയിൽ നിന്ന് പാലപ്പൂക്കളോടൊപ്പം മഞ്ഞുതുള്ളികൾ കൂടി വീഴുന്നുണ്ടായിരുന്നു. രാത്രി ഏറെ കഴിഞ്ഞിരിക്കുന്നു. ഹരിപ്രസാദ് അപ്പോഴും ഉറങ്ങിയിട്ടില്ലായിരുന്നു. തുറന്നു കിടന്ന ജനലിൽ കൂടി അയാൾ പൂർണ്ണചന്ദ്രനെ നോക്കി നിന്നു. ആ സമയം കാവിന്റെ ഭാഗത്തായി നിറയെ മിന്നാമിന്നി കൂട്ടങ്ങൾ പറന്നു നടക്കുന്നുണ്ടായിരുന്നു. എത്ര സുന്ദരമായ കാഴ്ച! ഉദിച്ചു നിൽക്കുന്ന നിലാവ്. മുറിയിലിരുന്ന വീണയുടെ കമ്പികളിൽ വിരലൊടിച്ച് അവൻ ഏതോ ഒരു രാഗം മീട്ടി. വീണക്കമ്പികളിൽ നിന്ന് ഉയർന്നു കേട്ട ആ രാഗം കേൾക്കാൻ ദേവയാനി ചെവിയോർത്തു. അവളുടെ കണ്ണുകൾ തിളങ്ങി. മേശപ്പുറത്തിരുന്ന ഓടക്കുഴലും കയ്യിലെടുത്ത് ഹരിപ്രസാദ് മുറിക്ക് പുറത്തേക്കിറങ്ങി. തൊടിയിലാകമാനം നിലാവ് നിറഞ്ഞു നിന്നിരുന്നു. മൂക്കിലേക്ക് തുളച്ചു കയറിയ പാലപ്പൂ മണം ഹരിയെ കാവിലേക്ക് ആകർഷിച്ചു. സന്ധ്യാനേരത്ത് കത്തിച്ച കൽവിളക്കിലെ എണ്ണ വറ്റിത്തീർന്ന് തിരികൾ കെട്ടിയിരുന്നു. ചിത്രകൂടത്തിന്റെ അരികിലുള്ള ചില വിളക്കുകൾ അപ്പോഴും ചെറുതായി കത്തി നിന്നിരുന്നു. കാവിലെ യക്ഷിത്തറയോട് ചേർന്ന് നിൽക്കുന്ന ചെമ്പകത്തിന് താഴെ ഇരുന്നുകൊണ്ട് ഹരിപ്രസാദ് ഓടക്കുഴൽ വായിച്ചു. ഓടക്കുഴലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രാഗം
തൊട്ടടുത്ത് കേട്ടപ്പോഴേക്കും ദേവയാനി കണ്ണുകൾ വിടർത്തി ചുറ്റും നോക്കി. അവൾ അല്പം മുന്നോട്ട് നടന്നു. ചുറ്റുവട്ടത്ത് നിന്ന് കേട്ട കൊലുസിന്റെ ശബ്ദം കേട്ട് ഹരി പെട്ടെന്ന് ഓടക്കുഴൽ വായിക്കുന്നത് നിർത്തി ചുറ്റിനും നോക്കാൻ തുടങ്ങി. അങ്ങ് പാലമരത്തിനടുത്തായിട്ട് ഒരു കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ട്. ഹരി തന്റെ ചെവി വട്ടം പിടിച്ചു. അവൻ വേഗം അങ്ങോട്ടേക്ക് നടന്നു. കുറച്ചങ്ങ് നടന്നപ്പോഴേ ഏഴിലംപാലയ്ക്കടുത്തായി ഒരു സ്ത്രീരൂപം നിൽക്കുന്നത് ഹരിയുടെ കണ്ണിൽപ്പെട്ടു. അയാളുടെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി. വല്യേട്ടൻ പറഞ്ഞ് അനേകം യക്ഷിക്കഥകൾ കേട്ടിരിക്കുന്നു. ഇടവഴികൾ പതുങ്ങി നിൽക്കുന്ന യക്ഷിയുടെ കാര്യം ഓർത്തപ്പോൾ തന്നെ ഹരിപ്രസാദിന്റെ കാലിൽ ഒരു വിറവൽ അനുഭവപ്പെട്ടു. ആ വിറ ശരീരമാകമാനം വ്യാപിച്ചു. കൊലുസിന്റെ കിലുക്കം അടുത്തായി വന്നു. ഏഴിലംപാല പൂത്തു നിൽക്കുന്ന ഈ രാത്രി കാവിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് അവൻ മനസ്സിൽ ഓർത്തുപോയി. അപ്പോഴേക്കും മുകളിൽ ഉദിച്ചു നിന്ന ചന്ദ്രബിംബത്തിന്റെ പ്രഭയാൽ ആ സ്ത്രീരൂപത്തെ ഹരി വളരെ വ്യക്തമായി തന്നെ കണ്ടു. താനിന്ന് കുളക്കടവിൽ കണ്ട ആ പെൺകുട്ടി, വേലക്കാരിയെന്ന് തന്നെ പരിചയപ്പെടുത്തിയ ആ പെൺകുട്ടിയാണ് ഇപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്നത്. ഹരിയുടെ മുന്നിലെത്തിയപ്പോൾ ദേവയാനി ഭയം അഭിനയിച്ചുകൊണ്ട് മുഖം കുനിച്ചു. എന്നിട്ട് പോകാനായി തിടുക്കം കൂട്ടി. ഏയ്, ഭയന്നോടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കുട്ടിയെ ഒന്നും ചെയ്യില്ല. എന്തിനാ ഈ രാത്രിയിൽ കാവിലെ പാലമരത്തിന് ചുവട്ടിൽ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ പാടില്ല കേട്ടോ. ദേവയാനി തല ഉയർത്തി ഹരിപ്രസാദിനെ നോക്കി. 10-27 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ്. കണ്ണുകൾക്ക് നല്ല തിളക്കമുണ്ട്. താടി രോമങ്ങൾ വെട്ടി ഒതുക്കിയിട്ടുണ്ട്. പക്ഷേ തോളറ്റം വരെയുള്ള കറുത്ത ചുരുളൻ മുടി അയാളെ ഏറെ സുന്ദരനാക്കിയിരുന്നു. തന്റെ മുഖത്തേക്ക് കണ്ണുകൾ ചിമ്മാതെ നോക്കി നിൽക്കുന്ന പെൺകുട്ടിയോട് ഒരു ചിരിയോടെ അയാൾ ചോദിച്ചു, കുട്ടിയുടെ പേരെന്താണ്? അച്യുതന്റെ ബന്ധുവാണെന്നറിഞ്ഞു. ഇവിടെ വേലയ്ക്ക് നിൽക്കുന്നതാണെന്നും അറിഞ്ഞു. പക്ഷേ തന്റെ പേര് മാത്രം ആരും പറഞ്ഞില്ല. വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു, ദേവയാനി. ദേവയാനി, നല്ല പേര്. അസുരഗുരുവായ ശുക്രാചാര്യരുടെ പുത്രിയുടെ പേരാണ് ദേവയാനി. ദേവയാനി എന്തിനാണ് ഉറങ്ങാതെ ഈ രാത്രിയിൽ കാവിൽ വന്ന് നിൽക്കുന്നത്? ക്ഷമിക്കണം, താങ്കൾ എന്തിനാണ് ഈ രാത്രിയിൽ ഇവിടേക്ക് വന്നത്? ഇന്നത്തെ ഈ രാത്രിക്ക് വല്ലാത്തൊരു സൗന്ദര്യമുള്ളതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് അതൊന്ന് ആസ്വദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഈ പൂർണ്ണചന്ദ്രനെ നോക്കി മുരളി മീട്ടാൻ എനിക്ക് വല്ലാത്ത ആശയുണ്ടായി. ഹരിയുടെ മറുപടിയിൽ ദേവയാനി ചിരിച്ചു. എനിക്കും ഈ രാത്രിയുടെ സൗന്ദര്യം ഏറെ ഇഷ്ടപ്പെട്ടു. അതാ ഞാനും ഇവിടേക്ക് വന്നത്. ഏറെ നേരം അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയ ദേവയാനി തിടുക്കപ്പെട്ട് തന്റെ മുറിയിലേക്ക് നടന്നു. ഒരുപക്ഷെ അയാളോടൊപ്പം ഏറെ നേരം അവിടെ വർത്തമാനം പറഞ്ഞു നിൽക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ഒരടുപ്പം എന്നോട് തോന്നണം. അതിനായി ഒരു നാണവും ഭയവും അഭിനയിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എളുപ്പത്തിൽ കിട്ടാത്ത ഒന്നിനോടെ ആണിന് മോഹമേറെ തോന്നുകയുള്ളൂ. ഹരിപ്രസാദ് കണ്ണുകൾ എടുക്കാതെ ദേവയാനിയെ നോക്കി നിന്നു. എന്താണെന്നറിയാൻ വയ്യ. വിവാഹം വേണ്ട എന്നൊരു ശബ്ദമെടുത്ത് നിന്ന താന. പക്ഷെ ദേവയാനിയെ കണ്ടതു മുതൽ മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വെപ്രാളം, ഒരാവേശം. അവളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു ആകർഷണതയുണ്ട്. കുറച്ചു നേരം കൂടി കാവൽ ചിലവഴിച്ചതിന് ശേഷമാണ് ഹരിപ്രസാദ് തന്റെ മുറിയിലേക്ക് മടങ്ങിയത്. അടുത്ത 2 ദിവസം മനഃപൂർവ്വം തന്നെ ദേവയാനി ഹരിപ്രസാദിന്റെ മുന്നിൽ ചെന്നുപെട്ടു. ഭയത്താൽ ഓടിമാറുന്ന ഒരു മാൻപേടയെപ്പോലെ പല പ്രാവശ്യം അവൾ അയാളുടെ മുന്നിൽ നിന്ന് ഓടിമറഞ്ഞു. ഓരോ രാത്രിയിലും ഹരി ദേവയാനിയെ കാണാനായി മാത്രം നേരെ മിരട്ടിയപ്പോൾ കാവിൽ ചെന്നു. പക്ഷേ അവളെ കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പോകെ പോകെ ദേവയാനിയുടെ മുഖം കാണാതെ ഹരിപ്രസാദിന് ഇരിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തി കാര്യങ്ങൾ. ഹരിയുടെ ഹൃദയത്തിലെ അനുരാഗം അറിഞ്ഞുകൊണ്ട് തന്നെ ദേവയാനി അയാളുടെ കൺവെട്ടത്ത് അധികം ചെല്ലാതെയായി. അങ്ങനെ ഒരു തവണ ദേവയാനി ഇല്ലത്തിന്റെ വടക്കേ പറമ്പിൽ വെച്ച് ഹരിപ്രസാദ് തടഞ്ഞു നിർത്തി. ചെറിയ നമ്പൂതിരി, എന്നോട് ദേഷ്യപ്പെടരുത്. ഞാനിവിടെ വേലക്കാരിയായി വന്നവളാ. എന്നോടിങ്ങനെ സംസാരിച്ചു നിൽക്കുന്നത് ഇല്ലത്തുള്ളവർ കണ്ടാൽ പിന്നെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. വേലക്കാരികളും മനുഷ്യസ്ത്രീകളല്ലേ ദേവയാനി? എന്താണെന്നറിയില്ല. വിവാഹം കഴിക്കാൻ തീരെ താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷേ നിന്നെ കണ്ടതു മുതൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരവസ്ഥയാ എൻ്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നത്. ഇന്ന് നീ കാവിൽ വരണം. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. തൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. ഹരിപ്രസാദ് ഞാൻ വിരിച്ച വലയിൽ വീണിരിക്കുന്നു. ദേവയാനിക്ക് അടക്കാനാവാത്ത സന്തോഷം തോന്നി.
പുറമെ ഭയം നടിച്ചെങ്കിലും അവൾ ഉള്ളിൽ ചിരിച്ചു മറിഞ്ഞു. ദേവയാനി അവിടെ നിന്ന് നടന്നകന്നപ്പോഴേക്കും ഹരിപ്രസാദിന്റെ മേലേക്ക് നനഞ്ഞ പച്ചമണ്ണ് വന്ന് പതിച്ചു. കസവുകാരുടെ മേൽമുണ്ട് പച്ചമണ്ണാലാകെ വൃത്തികേടായി. ദേഷ്യമെന്ന അയാൾ ചുറ്റിനും നോക്കി. അങ്ങ് ദൂരെയായി തുമ്പിക്കൈ കൊണ്ട് നനഞ്ഞ മണ്ണുവാരി തന്റെ ദേഹത്തേക്കിട്ട് തലയാട്ടി നിൽക്കുന്ന കൊമ്പൻ ഗണേശൻ. ഇരച്ചെത്തിയ ദേഷ്യം ഹരിപ്രസാദിന്റെ മുഖത്തു നിന്ന് മെഴുകുപോലെ ഒലിച്ചുപോയി. അയാൾ ചെറുചിരിയോടെ ആനയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ആകാശം മുട്ട വളർന്നിട്ടും നിന്റെ കുസൃതിത്തരം അങ്ങ് മാറിയില്ലല്ലോ മോനെ ഗണേശ. ഗണേശൻ പിണങ്ങി മുഖം തിരിച്ചു. ഹരി കൊമ്പന്റെ പുറകെ കൂടി. ചങ്ങലയില്ലാതെ ചുറ്റി നടക്കുകയാ എന്റെ ചങ്ങാതി. പോരാത്തതിന് വലിയ കുസൃതിക്കാരനും. ഈ വെള്ളമുണ്ട് ചീത്തയാക്കേണ്ട കാര്യം വല്ലതുമുണ്ടോ ഗണേശ നിനക്ക്? വേളി കഴിക്കാത്ത എന്റെ തുണി ആരാ കഴുകിത്തരിക? ഗണേശൻ ഒട്ടും അടുത്തില്ല. അവൻ ഒരു കയ്യകലത്തിൽ അകന്ന് തന്നെ നിന്നു. പനങ്കൈ വെട്ടാൻ പോയ അച്യുതൻ അപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തിയത്. പനമ്പട്ട് ചുമന്നുകൊണ്ട് ഗണേശന്റെ അരികിൽ കൊണ്ടു ചെന്നിട്ടപ്പോഴാണ് അയാൾ അവിടെ നിന്ന് ഹരിയെ കണ്ടത്. അനിയൻകുട്ടിയോട് എന്താണാവോ ഗണേശനൊരു പിണക്കം? അച്യുതന്റെ ചോദ്യത്തിന് ഗണേശൻ വലിയ വായിൽ കരഞ്ഞ് ഒച്ചയുണ്ടാക്കി. എന്നിട്ട് തല തിരിച്ച് ദൂരേക്ക് നോക്കി. ദൂരെ ദേവയാനി നടന്നകലുന്നതായിട്ട് അച്യുതൻ കണ്ടു. മുന്നിൽ നിൽക്കുന്ന ഹരിയെയും ദേവയാനിയെയും മാറി മാറി ഗണേശൻ നോക്കുന്നത് കണ്ടപ്പോൾ അച്യുതന്റെ മനസ്സിൽ അപകടം മണത്തു. അനിയൻകുട്ടിയോട് ഒരു കൂട്ടം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുമോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അച്യുതൻ കാര്യം പറഞ്ഞോളൂ. ദൂരെ മറഞ്ഞുപോയ ദേവയാനിയെ നോക്കിക്കൊണ്ട് അച്യുതൻ പറഞ്ഞു, ഇവിടെ നിന്ന് നടന്നകന്ന ദേവയാനിയോട് യാതൊരു വിധത്തിലുള്ള ഒരടുപ്പവും കൂടാൻ ചെല്ലാതിരിക്കുന്നതാ അനിയൻകുട്ടിയുടെ ആരോഗ്യത്തിന് നല്ലത്. ഞാൻ അവളുടെ ബന്ധുവാണെങ്കിലും അവളോട് ഏറെ അകലം പാലിക്കുന്നതാ കുഞ്ഞിനും നല്ലത്. അവൾ ആള് കാണുന്നത് പോലെയൊന്നുമല്ല, കൊടും വിഷമുള്ള ഇനത്തിൽപ്പെട്ടതാ. അച്യുതന്റെ വർത്തമാനത്തെ ശരിവെച്ചുകൊണ്ട് ഗണേശൻ തല കുലുക്കി ഒച്ചയുണ്ടാക്കി. ഈ നിൽക്കുന്ന ഗണേശന് പോലും അവളെ നന്നായി അറിയാം. എന്തിനാ അച്യുത വെറുതെ ഇല്ലാ വചനം പറയുന്നത്? ആ പെൺകുട്ടി മഹാപാവം പിടിച്ചൊരു പെണ്ണാ. ഉച്ചത്തിലൊന്ന് ശബ്ദിക്കാൻ പോലും പാവത്തിന് ഭയമാ. എല്ലാവരും ചേർന്ന് ആ പെൺകൊച്ചിനെ ആകെ ഭയപ്പെടുത്തിയിരിക്കുക. എന്നിട്ട് പറയുക അവൾ കൊടും വിഷമാണെന്ന് പോലും. എന്നാൽ അനിയൻകുട്ടി ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. അല്ലെങ്കിലും ആരെയും മയക്കുന്ന അവളുടെ നോട്ടത്തിലും നടത്തത്തിലും ആരാ വീഴാത്തത്? അനുഭവമാ ഏറ്റവും വലിയ ഗുരു. നടക്കെന്റെ ഗണേശ, പറഞ്ഞിട്ട് കാര്യമില്ല. അച്യുതൻ ഗണേശനോടൊപ്പം വടക്കേ പറമ്പിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന തേക്കമരത്തിനടുത്തേക്ക് നടന്നു. നാലുകെട്ടിന്റെ ഏറ്റവും മുകളിലെ കിളിവാതിലൂടെ ദേവയാനി അതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ശ്രീദേവി അന്തർജനത്തിന്റെ കൈവിരലുകളിൽ കുഴമ്പു തേച്ച് തിരുമുകയായിരുന്നു ദേവയാനി. എന്താ പെണ്ണെ തിരുമല നിർത്തിക്കളഞ്ഞത്? നന്നായി ഒന്ന് തിരുമുന്നേ. അന്തർജനത്തിന്റെ വാക്കുകളെ ഒട്ടുമേ ഗൗനിക്കാതെ ദേവയാനി അവരുടെ കയ്യിൽ വിരലോടിച്ചുകൊണ്ട് അച്യുതനെ നോക്കുകയായിരുന്നു. അച്യുതന്റെ വായിൽ നിന്ന് വല്ല അബദ്ധവും വീണ് കാണുമോ? തന്റെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽക്കുമോ? ദേവയാനിയുടെ മനസ്സ് കടല് പോലെ പ്രക്ഷുബ്ധമായിരുന്നു. അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ഒരു കാഴ്ച കണ്ടു. അച്യുതൻ കിണറ്റിൻകരയിൽ തോർത്ത് വിരിച്ച് മയങ്ങുകയാണ്. വീതിയുള്ള കിണറിന്റെ പടിയാണ്. ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന വഴിക്ക് നല്ല മധുരക്കള്ള അകത്താക്കിയിട്ട് വന്ന് കിടക്കുന്നതാവാം. ഇത് തന്നെ പറ്റിയ അവസരം. നല്ല ആഴമുള്ള കിണറ. ഒറ്റത്തള്ളിന് വെള്ളത്തിലേക്ക് വീഴണമയാൾ. ശരീരത്തിന് കുഴച്ചിലുണ്ടാകും. ഒരു വിധത്തിലും നീന്തിക്കയറാൻ പറ്റില്ല. പരിസരത്തെങ്ങും ആരുമില്ല. ദേവയാനി രണ്ടും കൽപ്പിച്ച് വേഗത്തിൽ കിണറിനടുത്തേക്ക് നടന്നെടുത്തു. അയാൾ നല്ല ഉറക്കത്തിലാണ്. രണ്ടാമതൊന്നും ചിന്തിക്കാതെ ദേവയാനി ഒറ്റത്തള്ളിന് അച്യുതനെ കിണറ്റിലേക്കിട്ടു. ഉറക്കത്തിൽ കിണറ്റിനുള്ളിലേക്ക് വീണ അച്യുതൻ ആകെ ഭയന്നുപോയി. അയാളുടെ ശരീരം കിണറിലെ വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. വെള്ളമേറെ കുടിച്ച അച്യുതൻ ചുമച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. പക്ഷേ കൈകാലുകൾ തളർന്നു പോവുകയായിരുന്നു. മരണം മുന്നിൽ കണ്ട അയാൾ ഉച്ചത്തിൽ കരഞ്ഞു വിളിച്ചു. ആ സമയം തൊടിയിലെ ഓല തിന്നുകൊണ്ടിരുന്ന ഗണേശൻ ഓടിക്കിണറിനടുത്തെത്തി. അച്യുതന്റെ ചെറിയൊരു ശബ്ദം പോലും തിരിച്ചറിയാൻ കൊമ്പന് കഴിവുണ്ടായിരുന്നു. കിണറ്റിൽ കിടന്ന് മരണവെപ്രാളം കാട്ടിയ അച്യുതന് നേർക്ക് ആന തൊട്ടിയെടുത്തെറിഞ്ഞു. തൊട്ടിയിൽ പിടിച്ചുകൊണ്ട് അച്യുതൻ ആയാസപ്പെട്ട് ശ്വാസമെടുത്തു. തൊട്ടിക്കയറിൽ പിടിച്ചു വലിച്ച് ഗണേശൻ ഒറ്റ വലിക്ക് തന്നെ അയാളെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അയാളുടെ ബഹളവും കരച്ചിലും കേട്ട് ഇല്ലത്തുള്ളവരെല്ലാവരും അയാളുടെ അടുത്തേക്ക് ഓടി വന്നു. അച്യുതന്റെ ജീവൻ രക്ഷിച്ചതിൽ ഗണേശനെ എല്ലാവരും പുകഴ്ത്തി പറഞ്ഞു. എങ്ങനെയാ അച്യുത,
നീ ഈ കിണറ്റിൽ മറിഞ്ഞടിച്ച് വീണത്? കിണറ്റിൻ പടിയിൽ കിടന്ന് മയങ്ങരുതെന്ന് നിന്നോട് എത്ര തവണയാ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ശ്രീദേവി അന്തജനം അയാളെ ശാസിച്ചു. ഗണേശൻ കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ പരലോകത്തെത്തിയനുമായിരുന്നു. വയറ് നിറച്ച് കള്ളു മൂന്തിയിട്ട് വന്നു കിടന്നതാണോ അച്യുതാ നീ? വലിയ നമ്പൂതിരിയുടെ ചോദ്യത്തിനു മുന്നിൽ അച്യുതൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങുന്നേ, വേണ്ടാതീനം പറയല്ലേ. ക്ഷീണം തോന്നിയതുകൊണ്ട് കിടന്നതാ. കാറ്റുകൊണ്ട് മയങ്ങിപ്പോയത് അറിഞ്ഞില്ല. ആരോ തള്ളിയിട്ടതുപോലെ എനിക്ക് തോന്നിയത്. ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കേണ്ട അച്യുതാ നീ. നിന്നെ തള്ളിയിടണമെന്ന ചിന്ത ആർക്കാ ഇവിടെയുള്ളത്? അന്തജനത്തിന് ദേഷ്യം വന്നു. നീ വല്ല ദുസ്വപ്നവും കണ്ടതായിരിക്കും. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ദേവയാനിക്ക് അച്യുതനെ നോക്കും തോറും ദേഷ്യം ഇരച്ചു കയറി. തന്റെ എല്ലാ ശ്രമങ്ങളും വെറും പരാജയങ്ങളായി അവശേഷിക്കുന്നു. ഇവിടെ നിന്ന് ഒരു മോചനം ഉണ്ടാകണമെങ്കിൽ 3 പേര് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകണം. കൊമ്പൻ ഗണേശൻ, അച്യുതൻ, പിന്നെ വലിയ നമ്പൂതിരി. അവളുടെ കണ്ണിൽ ദേഷ്യത്തിന്റെ കനലുകൾ എരിഞ്ഞു. എന്തായാലും നീ രക്ഷപ്പെട്ടല്ലോ അച്യുത. നന്നായിട്ടൊന്ന് വിശ്രമിക്ക്. ഇനി വിശക്കുന്നുണ്ടെങ്കിൽ അടുക്കള വശത്തേക്ക് വന്നോളൂ. ശ്രീദേവി അന്തജനം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നകന്നു. അവരുടെ പിന്നാലെ അവിടെ കൂടി നിന്ന് പലരും അവരവരുടെ വഴിക്ക് പോയി. അച്യുതൻ എന്തെല്ലാമോ ചിന്തിച്ചുകൊണ്ട് ഗണേശന്റെ അടുത്തേക്ക് പോയി അവന്റെ കാൽ ചുവട്ടിലായി കുത്തിയിരുന്നു. ആ സമയം ഗണേശൻ അവന്റെ തുമ്പിക്കൈ കൊണ്ട് സ്നേഹത്തോടെ അച്യുതന്റെ തലയിൽ തലോടി. അച്യുതന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ ഗണേശ, നീ ഇല്ലായിരുന്നെങ്കിൽ. അയാളുടെ ശബ്ദം തൊണ്ടയിൽ തടഞ്ഞു നിന്നു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. കാവിലും കുളക്കടവിലുമായി ദേവയാനിയും ഹരിയും പലപ്പോഴും കണ്ടുമുട്ടി. ഇതിനകം ദേവയാനിയുടെ പ്രണയം ഹരിപ്രസാദിനെ ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. വിലപിടിപ്പുള്ള പലതും ഹരിപ്രസാദ് ദേവയാനിക്ക് സമ്മാനിച്ചു. അതിൽ പാലക്കാമാലയും വജ്രമോതിരവും അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ആ ആഭരണങ്ങളൊന്നും ദേവയാനിക്ക് വലിയ കാര്യമൊന്നും ആയിരുന്നില്ല. എന്നിരുന്നാലും അയാളുടെ സംഗീതവും ദിവ്യമായ പ്രണയവും അവളെയും ലഹരി പിടിപ്പിച്ചു. ചിലപ്പോഴെല്ലാം ദേവയാനി സ്വയം മറന്നു പോകുമായിരുന്നു. ഹരിയോടൊപ്പമുള്ള നിമിഷങ്ങൾ അവൾ ഏറെ ആസ്വദിച്ചു. ദേവയാനിയുടെ സൗന്ദര്യത്തിനാണ് ഹരിപ്രസാദ് അടിമയായതെങ്കിൽ ദേവയാനി അയാളുടെ സംഗീതത്തിന് അടിമയായിരുന്നു. അങ്ങനെയൊരു രാത്രി ഹരിപ്രസാദ് അവൾക്ക് സമ്മാനിക്കാനായി നിറയെ മുല്ലപ്പൂ മാലകളുമായി കുളക്കടവിലേക്ക് ചെന്നു. പടവുകളിലൊന്നിൽ ഇരുന്നു കൊണ്ട് ദേവയാനി വെള്ളത്തിലെ ചന്ദ്രബിംബത്തിന്റെ നിഴലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. പിന്നിലെ കാൽപ്പെരുമാറ്റം കേട്ട് ദേവയാനി തിരിഞ്ഞു നോക്കി. തൊട്ടുപിറകിൽ ഒരു ചിരിയോടെ ഹരിപ്രസാദ്. ചന്ദ്രബിംബത്തെപ്പോലെ തന്നെ ദേവയാനിയുടെ മുഖവും തെളിഞ്ഞു നിന്നു. കയ്യിൽ കരുതിയ മുല്ലപ്പൂമാലകൾ അവൻ ദേവയാനിയുടെ അഴിച്ചിട്ടിരുന്ന മുടിയിൽ ചൂടിച്ചു. ദേവയാനിയുടെ മുഖത്ത് വിരിഞ്ഞ ചിരി ആവോളം ആസ്വദിച്ചുകൊണ്ട് ഹരി അവളുടെ മടിയിൽ കിടന്നു. ദേവയാനി, ഞാനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. നമ്മുടെ വേളിക്കാര്യം വലിയ നമ്പൂതിരി അറിയിക്കാം. ഇങ്ങനെ എപ്പോഴും ഒളിച്ചു കാണുന്നത് അത്ര ശരിയല്ല. ആദ്യം വലിയ ബഹളം കൂട്ടിയാലും ആളൊരു പാവമാ. ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ദേവയാനി ഉടനെ ഹരിയുടെ വാപുത്തി. അയ്യോ, അത് വേണ്ട. എൻ്റെ ജാതകത്തിൽ വലിയൊരു ദോഷമുണ്ട്. അതാ ഞാൻ വിവാഹത്തെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. ദേവയാനി, നമ്മൾ തമ്മിൽ മനപ്പൊരുത്തമുണ്ടല്ലോ, അതാ ഏറ്റവും വലുത്. ഈ ജാതകത്തിനൊന്നും അത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അല്ല നമ്പൂതിരി, ജാതകത്തിലും ജാതിയിലും കാര്യമുണ്ട്. നമ്മുടെ വിവാഹത്തിന് ആരും സമ്മതിക്കില്ല. എന്റെ ജാതകദോഷം മാറാൻ വലിയ നമ്പൂതിരി വിചാരിച്ചാൽ സാധിക്കും. പാപജാതകം മാറണം. അതിനായി പരിഹാരം ചെയ്യണം. വലിയ നമ്പൂതിരി തന്ത്രമന്ത്രങ്ങൾ വശമുള്ള ആളല്ലേ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വിശേഷപ്പെട്ട നാരായമുണ്ട്. അതുപയോഗിച്ച് എന്റെ ജാതകം ഒരാവർത്തി കൂടി എഴുതി ആവശ്യമായ വഴിപാടുകൾ ചെയ്താൽ എന്റെ ജാതകദോഷം മാറും. നിന്നോട് ഇത് ആരാ പറഞ്ഞത്? ഹരി ഒരു ചിരിയോടെ ദേവയാനിയോട് ചോദിച്ചു. ജാതകദോഷമുള്ളത് എന്റെ മാതാപിതാക്കൾ പറഞ്ഞറിഞ്ഞതാ. അതിന്റെ പരിഹാരക്രിയ പറഞ്ഞു തന്നത് അച്യുതനാ. പക്ഷെ വലിയ നമ്പൂതിരി അതിന് തയ്യാറാകില്ല. അദ്ദേഹത്തിന്റെ കൈവശമുള്ള ആ നാരായം, അതിന്റെ ശക്തി ക്ഷയിക്കാതിരിക്കാനായി അദ്ദേഹം തന്നെ ഇല്ലത്തെ നടുത്തളത്തിലെ തുളസിത്തറയിൽ തറച്ചിരിക്കുക. അത് അവിടുന്ന് എടുത്ത് എന്റെ ജാതകദോഷം മാറ്റിത്തരാനൊന്നും വലിയ നമ്പൂതിരി തയ്യാറാവില്ല. ഞാൻ അത്രക്ക് വലിയ ആളൊന്നുമല്ലല്ലോ. ആര് പറഞ്ഞു നീ അത്രക്ക് വലിയ ആളൊന്നുമല്ലെന്ന്? എനിക്ക് നീ വലിയ ആള് തന്നെയാ. ആ നാരായത്തിന്റെ കാര്യം ഞാൻ ഏറ്റു. ഈ ജാതകദോഷത്തിന്റെ കാര്യത്തിലൊന്നും
എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ നിന്റെ സങ്കടം മാറാൻ ഞാൻ എന്തും ചെയ്യും. ദേവയാനിയുടെ മുഖം തിളങ്ങി, കണ്ണുകൾ വിടർന്നു. എത്രയോ നാളുകളായിട്ടുള്ള തന്റെ ആഗ്രഹമാണ് ആ നാരായം പുറത്തെടുക്കുക എന്നത്. അത് പുറത്തെടുക്കുന്ന മാത്രയിൽ തന്റെ നഷ്ടമായ എല്ലാ ശക്തികളും തന്നിൽ വന്നു ചേരും. ആ ഒരു ദിവസം അത്ര ദൂരെയല്ല. എന്താ ദേവയാനി നീ ആലോചിക്കുന്നത്? ഹരിപ്രസാദിന്റെ ചോദ്യം കേട്ട് ദേവയാനി ചിന്തയിൽ നിന്നുണർന്നു. ഏയ് ഒന്നുമില്ല, ഞാൻ എൻ്റെ ജാതകത്തെപ്പറ്റി ആലോചിച്ചതാ. ഓ, ഇനി അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. ആ നാരായം അവിടെ നിന്നെടുത്ത് നിന്റെ ജാതകം മാറ്റി എഴുതി വേണ്ട പരിഹാരങ്ങൾ ചെയ്യാൻ എനിക്കും കഴിയും. സംഗീതം മാത്രമല്ല ഞാൻ വശത്താക്കിയത്, ആവശ്യത്തിലുള്ള മന്ത്രവിദ്യകൾ ഞാനും വശത്താക്കിയിട്ടുണ്ട്. നിന്റെ ജാതകം നിന്റെ കൈവശമുണ്ടോ? ഓ, അതൊക്കെ എൻ്റെ പക്കലുണ്ട്. ചെറിയ നമ്പൂതിരി ആദ്യം ആ നാരായം എടുത്തുകൊണ്ട് വരിക. അതിനുശേഷം ഞാൻ എൻ്റെ ജാതകം കൈമാറാം. പാതിരാക്കോഴി കൂവുന്നുണ്ട്. ഇനി ഇവിടെ ഏറെ നേരം ഇരിക്കേണ്ട. വലിയ നമ്പൂതിരി കുളിക്കാൻ വരുന്ന സമയമായെന്നാ തോന്നുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവയാനി തിടുക്കം കൂട്ടി. മടിയോടെ ദേവയാനിയുടെ മടിയിൽ നിന്ന് ഹരിപ്രസാദും എണീറ്റു. അവളെ പിരിയാൻ അയാൾക്കൊട്ടും മനസ്സ് വന്നില്ല. ആ സമയം ഹരിപ്രസാദ് തന്റെ കീശയിൽ നിന്ന് ഒരു കൂട്ടമെടുത്ത് ദേവയാനിയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. തങ്കത്തിൽ പണിത ഒരാലിലെ താലിയായിരുന്നു അത്. നിലാവെളിച്ചത്തിൽ ദേവയാനിയുടെ കയ്യിലിരുന്ന് അത് വെട്ടിത്തിളങ്ങി. ഇത് നിനക്കായി ഞാൻ പണിയിപ്പിച്ചതാ. ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയായിട്ട് വരുന്നത് നീ മാത്രമായിരിക്കും. ദേവയാനിയുടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞു തുളുമ്പി. ഈ താലി ഞാൻ സൂക്ഷിച്ചോളാം. വേളിയുടെ അന്ന് ഇത് ഞാൻ നിന്റെ കഴുത്തിൽ ചാർത്തു. ഹരി ആ താലിയെടുത്ത് തൻ്റെ കീശയിലേക്കിട്ടു. എന്നാൽ ഇനി വേഗം പൊയ്ക്കോളൂ. നീ മുറിയിൽ കയറിയിട്ടേ ഞാൻ ഇവിടുന്ന് മടങ്ങുന്നുള്ളൂ. മടിയോടെ ദേവയാനി തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവിടെ നിന്ന് നടന്നുപോയി. മുറിയിൽ വന്ന് കിടന്നിട്ടും ദേവയാനിക്ക് വിശ്രമിക്കാൻ തോന്നിയില്ല. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം. കരിമ്പനിയുടെ ചുവട്ടിൽ പതുങ്ങി നിന്ന് പല യുവാക്കളെയും ചിരിച്ചു മയക്കി കൂടെ കൊണ്ടുപോയി കൊന്നു തള്ളിയിട്ടുണ്ട്. അവരുടെ രക്തം കുടിച്ച് ദാഹം തീർത്തിട്ടുണ്ട്. പക്ഷേ അവരോട് ആരോടും തോന്നാത്ത ഒരടുപ്പം ഹരിപ്രസാദിനോട് തനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. യക്ഷിയുടെ അപാരമായ ശക്തികളെല്ലാം നഷ്ടമായ വെറും ഒരു സ്ത്രീയായി താൻ മാറിയിരിക്കുന്നു ഇപ്പോൾ. ഒരു മനുഷ്യ സ്ത്രീക്ക് തോന്നുന്ന സത്യമുള്ള പ്രണയം തന്റെ ഉള്ളിലും വിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആ നാരായം തുളസിത്തറയിൽ നിന്ന് ഹരി കൂഴി മാറ്റാൻ കഴിഞ്ഞാൽ ആ നിമിഷം തനിക്കിവിടെ നിന്ന് സ്വതന്ത്രയാകാം. പക്ഷേ ഹരിയെ തനിക്ക് നഷ്ടമാകും. അയാളോടൊപ്പം ഒരു മനുഷ്യ സ്ത്രീയെപ്പോലെ ജീവിക്കാൻ പിന്നൊരിക്കലും കഴിയില്ല. ആ രാത്രി ഉറങ്ങാതെ ദേവയാനി ഒരു യക്ഷിയുടെ ജീവിതവും ഒരു മനുഷ്യ സ്ത്രീയുടെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കി. മരണമില്ലാത്ത യക്ഷിയുടെ ജീവിതം, എന്നും നിത്യ യൗവനം, ബന്ധുക്കളോ ഇല്ല. അനന്തമായ ആകാശത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാം. യുവാക്കളുടെ ചുടുരക്തം പാനം ചെയ്യാം. അവരെ തന്റെ ഭയാനകമായ രൂപം കാട്ടി പേടിപ്പിക്കാം. ഇനി ഒരു മനുഷ്യ സ്ത്രീയുടെ ജീവിതമോ? വിവാഹം കഴിക്കുന്നതോടെ ഒരു പുരുഷനോടൊപ്പം മരണം വരെ ജീവിക്കണം. അവന്റെ സന്താനങ്ങൾക്ക് ജന്മം നൽകി അവരെ പാലൂട്ടി വളർത്തണം. ജീവിതമെന്ന ഒരു നീളൻ വഴി താണ്ടണം. വാർദ്ധക്യമെന്ന ഒരവസ്ഥയും കടന്ന് മരണത്തെ വരിക്കണം. അവളുടെ ചിന്തകൾ കാടുകയറി. നേരം വെളുത്തു തുടങ്ങിയപ്പോഴേ ശ്രീദേവി അന്തജനം തീരാത്ത പണികളുടെ എണ്ണം പറഞ്ഞ് ദേവയാനിയുടെ പുറകെ കൂടി. ഇടയ്ക്കെപ്പോഴോ അവർ മുകളിലത്തെ നിലയിലുള്ള തന്റെ മുറിയിലേക്ക് ഗോവണി കയറി പോകുന്നതിനിടയ്ക്ക് കാല് വഴുതി താഴെ തറയിലേക്ക് വീണു. ശ്രീദേവി അന്തജനത്തിന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടാണ് ദേവയാനി അവിടേക്ക് ഓടിച്ചെന്നത്. അവൾ അവിടേക്ക് ഓടിയെത്തിയപ്പോഴേക്കും അവരുടെ ബോധം മറഞ്ഞിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ ദേവയാനി ഓടി വലിയ നമ്പൂതിരിയുടെ മുന്നിലെത്തി. അങ്ങുന്നേ, അന്തർജനം ഗോവണിപ്പടിയിൽ നിന്ന് കാല് തന്നെ താഴേക്ക് വീണു. ഇപ്പൊ ബോധമില്ല. വേഗം അവിടേക്കൊന്ന് വരൂ. വിജയസേനൻ നമ്പൂതിരി അത് കേട്ടതും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വേഗം അന്തർജനത്തിന്റെ അരികിലേക്ക് ഓടി. അപ്പോഴും അന്തർജനത്തിന് ബോധം വീണില്ലായിരുന്നു. കുലുക്കി വിളിച്ചും മുഖത്ത് വെള്ളം തളിച്ചും വലിയ നമ്പൂതിരി ശ്രീദേവി അന്തർജനത്തെ ഉണർത്താൻ നോക്കിയെങ്കിലും അവർ കണ്ണുകൾ തുറന്നതേയില്ല. ഉടൻ തന്നെ ഹരിപ്രസാദ് വൈദ്യനെ വിളിക്കാനായി ആളെ പറഞ്ഞയച്ചു. ഒരു അരമണിക്കൂറിനുള്ളിൽ വൈദ്യനെത്തി. വിശദമായ പരിശോധനയ്ക്കൊടുവിൽ വൈദ്യന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. വലിയ നമ്പൂതിരിക്ക്
ഇനി സന്താനമില്ലാത്ത ദുഃഖം സഹിക്കേണ്ട ആവശ്യമില്ല. അന്തർജനം ഒരമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. വൈദ്യന്റെ സംസാരം കേട്ട് വലിയ നമ്പൂതിരിയുടെ മുഖത്ത് അളക്കാനാവാത്ത സന്തോഷമുണ്ടായി. ഉടൻ തന്നെ വിജയസേനൻ നമ്പൂതിരി തന്റെ കയ്യിൽ കിടന്ന മോതിരമൂരി വൈദ്യന് സമ്മാനിക്കുകയും. വിവാഹം കഴിഞ്ഞിട്ട് വർഷമേറെ കഴിഞ്ഞിരിക്കുന്നു. സന്താനയോഗമില്ലല്ലോ എന്നോർത്ത് എത്രയാ ദുഃഖിച്ചത്. വഴിപാടും പൂജകളുമായി കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു. ഒടുവിൽ 36-ാം വയസ്സിൽ അന്തർജനം ഗർഭം ധരിച്ചിരിക്കുന്നു. ബന്ധുജനങ്ങളുടെയും നാട്ടുകാരുടെയും കളിയാക്കലും കുത്തുവാക്കുകളും എത്ര കേട്ടതാ. ഈ 36-ാം വയസ്സിൽ എന്റെ ഉപാസനാമൂർത്തികൾ എന്റെ ഉള്ളിൽ നീറിയുള്ള പ്രാർത്ഥനകൾ കേട്ടു. ഇല്ലത്ത് ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷമായി. ശ്രീദേവിയെ കാണാൻ ബന്ധുജനങ്ങളുടെ തിരക്കായി. ദേവയാനിക്ക് പിടിപ്പത് പണിയായി. അതിഥി സൽക്കാരവും അടുക്കള ചിറമിക്കലുമായി ദിവസങ്ങൾ ഓടിമറഞ്ഞു. ഇതിനിടയിൽ ഹരിപ്രസാദിനോട് നന്നായി സംസാരിക്കാനുള്ള ഒരവസരവും ഒത്തുവന്നില്ല. ക്ഷേത്രോത്സവങ്ങളിൽ അച്യുതൻ ഒറ്റയ്ക്ക് ഗണേശനെ എഴുന്നള്ളിച്ചു. അങ്ങനെ ഒരു രാത്രി അച്യുതൻ അമ്പലപ്പറമ്പിൽ നിന്ന് കൊമ്പനെയും കൊണ്ട് ഇല്ലത്തെത്തി. യാത്രാക്ഷീണം കൊണ്ട് അയാൾ ഇല്ലത്തെത്തിയപ്പോഴേ ഉറക്കമായി. പൂത്തുലഞ്ഞു നിൽക്കുന്ന കാവിലെ പാലച്ചുവട്ടിൽ ഒരു കൊലുസിന്റെ കിലുക്കം. നിറയെ ശലഭങ്ങൾ ഏഴിലമ്പാലയ്ക്ക് ചുറ്റും വട്ടമിട്ടു പറക്കുന്നു. കാവിൽ പുകമഞ്ഞു നിറഞ്ഞു. കട്ടപിടിച്ച പുകമഞ്ഞിനുള്ളിൽ നിന്ന് കൊലുസിട്ട് 2 കാലുകൾ തെളിഞ്ഞു വന്നു. പതുക്കെ പതുക്കെ ഒരു സ്ത്രീരൂപവും മഞ്ഞിൽ നിന്ന് പുറത്തേക്ക് വന്നു. മുടിയഴിച്ചിട്ട കോമ്പല്ലുകൾ പുറത്തേക്ക് കാട്ടിയ ദേവയാനി. അവളുടെ ചുണ്ടുകളും നാവും രക്തത്തിൽ നനഞ്ഞിരിക്കുന്നു. കണ്ണിൽ ചുവപ്പ് പടർന്നിരുന്നു. കൂർത്ത കൈനഖങ്ങളിൽ നിന്ന് ചോരത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നു. അവളുടെ കാൽച്ചുവട്ടിൽ ഒരു മനുഷ്യരൂപം നിശ്ചലമായി കിടക്കുന്നു. അത് ഹരിപ്രസാദായിരുന്നു. അച്യുതൻ അലർച്ചയോടെ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു. അച്യുതന്റെ അലർച്ച കേട്ട് ഗണേശനും അസ്വസ്ഥനായി. ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? ദേവയാനിയുടെ നോട്ടം അനിയൻകുട്ടിയിലാണോ? ആ ഒരു ഓർമ്മയിൽ അച്യുതന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദേവയാനി ഏറെ നേരവും ശ്രീദേവി അന്തർജനത്തിനോടൊപ്പമായിരുന്നു. മനുഷ്യസ്ത്രീയുടെ ജീവിതത്തിലുണ്ടാകുന്ന ആനന്ദമായ ഒരു നിമിഷത്തിലൂടെ ശ്രീദേവി കടന്നു പോവുകയായിരുന്നു. അതെല്ലാം തന്നെ ദേവയാനി അതിശയത്തോടെ നോക്കിക്കാണുകയായിരുന്നു. വലിയ നമ്പൂതിരി വിജയസേനൻ ശ്രീദേവി അന്തർജനത്തെ സ്നേഹിക്കുന്നതും പരിചരിക്കുന്നതും കണ്ടപ്പോൾ ദേവയാനിക്ക് ചില മാറ്റങ്ങളുണ്ടായി. ഈ മനുഷ്യന്മാരുടെ ജീവിതം ചെറുതാണെങ്കിലും എത്ര സുന്ദരമാണ്. നല്ലൊരു ഭർത്താവിനെ കിട്ടുക, അയാളുടെ സ്നേഹലാടനങ്ങൾ അനുഭവിക്കുക, നല്ലൊരു ഭാര്യയാകുക, അമ്മയാകുക, നല്ലൊരു ജീവിതം തന്നെ. ദിവസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഓടി നീങ്ങി. അന്തർജനത്തിന് മാസമെടുത്തു. വിജയസേനൻ നമ്പൂതിരി ഏറെ നേരം പ്രാർത്ഥനയിലും പൂജയിലും മുഴുകി. നടുത്തളത്തിലെ തുളസിത്തറയിലെ തിരക്കൊഴിഞ്ഞു. പലപ്പോഴും അവിടെ ശൂന്യമായി കിടക്കുന്നത് ദേവയാനി ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷെ എന്തോ ആ നാരായം തുളസിത്തറയിൽ നിന്ന് ഊരി മാറ്റാൻ അവൾ ആഗ്രഹിച്ചില്ല. അടുത്ത രാത്രി കാവിലെ പാലച്ചുവട്ടിൽ ഹരിപ്രസാദ് ദേവയാനിയെ പ്രതീക്ഷിച്ചിരുന്നു. രാത്രി ഏറെ വൈകിയപ്പോൾ ദേവയാനി ഹരിയുടെ അരികിലെത്തി. ഹരിപ്രസാദ് കാത്തിരുന്ന് മുഷിഞ്ഞിരുന്നു. ഹരിയുടെ മുഖം കണ്ട് ദേവയാനി ചിരിച്ചു. എന്നെ കാത്തിരുന്ന് മടുത്തുവല്ലേ? ശ്രീദേവി അന്തർജനത്തെ ഒറ്റക്കാക്കി പോകാൻ ഭയമാ. മാസമടുത്തില്ലേ? അന്തർജനത്തെ സ്വന്തം വീട്ടിലേക്ക് പോലും അയക്കാതെ സദാസമയവും വലിയ നമ്പൂതിരി ശ്രദ്ധിക്കുകയല്ലേ? എനിക്കാണെങ്കിൽ പിടിപ്പത് ജോലിയും. വലിയേട്ടൻ നല്ല സന്തോഷത്തിലാ. കാലം എത്രയായി ഒരു കുഞ്ഞിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അതൊക്കെ പോട്ടെ, ആ നാരായം അത് നിനക്ക് വേണ്ടേ? ഇപ്പോഴാണെങ്കിൽ തുളസിത്തറയിലെ തുളസിത്തറയ്ക്കടുത്ത് ആളും കുറവാ. ഇന്ന് രാത്രി ആ നാരായം അവിടുന്ന് മാറ്റണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. വലിയേട്ടൻ ഏത് സമയവും ഏട്ടത്തിയമ്മയുടെ അരികില. കാര്യം കഴിഞ്ഞാൽ നാരായം വീണ്ടും അവിടെ തന്നെ സ്ഥാപിക്കാമല്ലോ. ആ നാരായം തൽക്കാലം അവിടെ ഇരിക്കുന്നതാ നല്ലത്. ഞാൻ പറയാതെ അനിയൻ നമ്പൂതിരി ഒന്നും ചെയ്യാൻ തുനിയണ്ട. അപ്പോൾ നിന്റെ പാപജാതകം അത് മാറ്റണ്ടേ? വേണം. പക്ഷേ അതിനിപ്പോൾ സമയമായില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അന്ന് ഏറെ നേരം ഹരിയും ദേവയാനിയും സംസാരിച്ചിരുന്നു. അവൾക്കായി അവൻ നല്ലൊരു രാഗം മൂളി. ഹരിപ്രസാദിന്റെ ഗാനാലാപനത്തിൽ ദേവയാനി തന്നെ മറന്നുപോയി. പതിവ് പോലെ പുലരാറായപ്പോൾ ദേവയാനി തന്റെ മുറിയിലേക്ക് പോയി. പിന്നീട് ഹരിപ്രസാദും. പക്ഷേ ഇത്തവണ അവരുടെ ആ കൂടിക്കാഴ്ച അച്യുതൻ കാണാനിടയായി. തന്റെ സ്വപ്നം ഏറെ വൈകാതെ സത്യമാകും. ഹരിപ്രസാദിനെ പറഞ്ഞു പറ്റിച്ച് തുളസിത്തറയിലെ നാരായം അവിടെ നിന്ന് ഊരി മാറ്റാൻ തന്നെയാണ് അവളുടെ ഈ പ്രണയാഭിനയം. കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇക്കാര്യം എങ്ങനെയും വലിയ നമ്പൂതിരി അറിയിക്കുക തന്നെ വേണം. പക്ഷേ
വലിയ നമ്പൂതിരി ഏറെ തിരക്കിലായിരുന്നു. ഒരു കാര്യവും അച്യുതന് അദ്ദേഹത്തെ ധരിപ്പിക്കാനായില്ല. അന്ന് വൈകിട്ട് ശ്രീദേവി അന്തർജനം ഇരട്ട സന്താനങ്ങൾക്ക് ജന്മം നൽകി. വലിയടത്തുള്ളവർക്ക് അടക്കാനാവാത്ത സന്തോഷമായിരുന്നു അന്ന്. അറിഞ്ഞ കാര്യങ്ങൾ വലിയ നമ്പൂതിരിയോട് പറയാൻ പോലും അച്യുതനായില്ല. ഇത്രയും സന്തോഷത്തിനിടയ്ക്ക് ഇക്കാര്യം എങ്ങനെയാണ് വലിയ നമ്പൂതിരി അറിയിക്കുക? തൽക്കാലം അത് വേണ്ടെന്ന് തന്നെ അച്യുതൻ തീരുമാനിച്ചു. 2 പുത്രന്മാർക്ക് ജന്മം നൽകിയ അന്തർജനത്തിന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. വലിയ നമ്പൂതിരി തന്റെ പൂ പോലുള്ള 2 പൈതങ്ങളെയും കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഒരു നിമിഷം പോലും അവരുടെ അടുത്തു നിന്ന് മാറാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. ദേവയാനി ആ പൈതങ്ങളെ താലോലിച്ചു, കുളിപ്പിക്കുകയും ഉറങ്ങാതെ അവർക്ക് കാവലിരിക്കുകയും ചെയ്തു. 2 സന്താനങ്ങളായതിനാൽ ശ്രീദേവിക്ക് ഒട്ടും വിശ്രമം കിട്ടാതെയായി. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ ദേവയാനിയും സദാസമയവും കൂടെ കൂടി. കുട്ടികളും അവരുടെ അമ്മയും ഉറങ്ങുമ്പോൾ മാത്രമേ ദേവയാനിക്ക് വിശ്രമവേളകൾ കിട്ടുമായിരുന്നുള്ളൂ. പക്ഷെ ഇതിനിടയിൽ ദേവയാനി തന്റെ മോചനം ഒരിക്കലും ആഗ്രഹിച്ചില്ല എന്ന് പറയുന്നതാവും സത്യം. ആ കുട്ടികളുടെ മുഖം ദേവയാനിയെ അത്രയേറെ സ്വാധീനിച്ചു. ആ കുഞ്ഞുങ്ങൾ ശ്രീദേവി അന്തർജനത്തിന്റെ മാറോട് ചേർന്ന് മുലപ്പാൽ കുടിക്കുമ്പോൾ അന്തർജനത്തിന്റെ മുഖത്തുണ്ടാകുന്ന ആ നിർവൃതിയും അവരുടെ മാതൃത്വഭാവവും ദേവയാനിയെ ഏറെ ആകർഷിച്ചു. ഒരു യക്ഷിയായി ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഒരു മനുഷ്യ സ്ത്രീയെ ജീവിക്കുന്നതാ. മരണമില്ലാതെ ഈ ആകാശത്ത് യുവാക്കളെ തിരഞ്ഞലഞ്ഞു നടക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ ഇല്ലത്ത് ഒരു മനുഷ്യ സ്ത്രീയെ ജീവിക്കുന്നതാ. അതിനുള്ള എല്ലാ അവസരങ്ങളും തന്റെ മുന്നിലുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഹരിപ്രസാദ്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാവുക, അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്ക് ജന്മം നൽകുക, മരണം വരെ ഒന്നിച്ച് ജീവിക്കുക. തീരുമാനങ്ങൾ പലതും ദേവയാനി എടുത്തിരുന്നു. അന്നത്തെ ദിവസം അന്തർജനം തന്റെ ഇരട്ട സന്താനങ്ങളെ ഗണേശനെ കാണിക്കുന്ന തിരക്കിലായിരുന്നു. വലിയ തിരുമേനി കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് ഗണേശന്റെ മുഖത്തിനോടടുപ്പിച്ചു. ഗണേശ, നീ ഇവരെ പൊന്നുപോലെ നോക്കണേ. ഇവരുടെ ജീവിതത്തിൽ ഒരു വിഘ്നങ്ങളും ഉണ്ടാകാതെ നീ കാക്കണം കേട്ടോ. ആ സ്നേഹപ്രകടനങ്ങളെല്ലാം അങ്ങ് ദൂരെ നിന്ന് ദേവയാനി കണ്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. യക്ഷിയുടെ കണ്ണുകൾ ഒരിക്കലും നിറയാറില്ല. പക്ഷേ താനിപ്പോൾ ഒരു മനുഷ്യ സ്ത്രീയാണ്. തന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. എന്ത് സന്തോഷമുള്ള നിമിഷങ്ങളാണ് വലിയ നമ്പൂതിരിയും അന്തർജനവും അനുഭവിക്കുന്നത്. ഉച്ചയ്ക്ക് അന്തർജനവും കുഞ്ഞുങ്ങളും ഉറക്കത്തിലായി. വലിയ നമ്പൂതിരി ഉമ്മറത്തിരുന്ന് ആസ്വദിച്ച് മുറുകുകയായിരുന്നു. ആ സമയം ദേവയാനി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നു. അടുത്തെങ്ങും ആരുമില്ല എന്ന് അവൾ ഉറപ്പുവരുത്തി. ദേവയാനിയെ കണ്ട ഉടനെ നമ്പൂതിരി ചോദ്യഭാവത്തിൽ അവളെ നോക്കി. വലിയ നമ്പൂതിരിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ? നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. നടുമുറ്റത്തെ ആ തുളസിത്തറയിൽ അങ്ങ് തറച്ച നാരായം, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഈ മനുഷ്യരൂപത്തിൽ നിന്ന് ഒരു മോചനം ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ നാരായം അവിടെ നിന്ന് ഊരിയെടുത്തില്ല എങ്കിൽ എനിക്കൊരു മനുഷ്യ സ്ത്രീയായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമോ? ദേവയാനിയുടെ ആ ചോദ്യം കേട്ട് വലിയ നമ്പൂതിരിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അതെന്താ ദേവയാനി, നിന്റെ സ്വാതന്ത്ര്യം നീ ആഗ്രഹിക്കുന്നില്ലേ? ഇല്ല വലിയ നമ്പൂതിരി, എനിക്ക് ഒരു യക്ഷിയെ ജീവിക്കണ്ട. അങ്ങയുടെയും അന്തജനത്തിന്റെയും ജീവിതം കണ്ട് ഒരു മനുഷ്യ സ്ത്രീയെ ജീവിച്ച് മരിക്കാൻ ഞാനും കൊതിക്കുന്നു. വിജയസേനൻ നമ്പൂതിരി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദേവയാനി വീണ്ടും ചിലത് പറഞ്ഞു. അതിതായിരുന്നു, അനിയൻ നമ്പൂതിരിക്ക് എന്നെ വലിയ ഇഷ്ടാ. എന്റെ മോചനത്തിന് വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തോട് ആദ്യം സ്നേഹം കാണിച്ചതെങ്കിലും ഇപ്പോൾ ആ മോചനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയായി ജീവിക്കണമെന്ന എനിക്കാഗ്രഹം. ഒരു മനുഷ്യ സ്ത്രീയെ ജീവിക്കാനുള്ള എൻ്റെ ആഗ്രഹം അങ്ങ് കണ്ടില്ലെന്ന് നടിക്കരുത്. എന്നെ അങ്ങക്ക് വിശ്വസിക്കാം. എൻ്റെ മരണം വരെ ആ നാരായം അവിടെ നിന്നെടുക്കാൻ ഞാൻ ശ്രമിക്കുകയില്ല. ഞാനൊരു യക്ഷിയാണെന്ന് അനിയൻ നമ്പൂതിരിക്ക് അറിയില്ല. അക്കാര്യം അദ്ദേഹം അറിയരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ വാക്കുകൾ അങ്ങക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ശക്തികളെല്ലാം തന്നെ ഒരു മൂർത്തിയിൽ ആവാഹിച്ച് അതിന് ദേവീ ചൈതന്യം നൽകി ഈ ഇല്ലത്തൊരു ക്ഷേത്രം പണിത് എന്നെ അവിടെ കുടിയിരുത്തിയാലും മതി. ഇത്തവണ ദേവയാനിയുടെ വാക്കുകൾ വലിയ നമ്പൂതിരി വിശ്വസിച്ചു. അവളുടെ മനസ്സിൽ യാതൊരു കള്ളവുമില്ല. നമ്പൂതിരി അപ്പോൾ ഒന്നും ദേവയാനിയോട് പറഞ്ഞില്ലെങ്കിലും ഇത്രമാത്രം അദ്ദേഹം അവളോട് പറഞ്ഞു.
ആ നാരായം തുളസിത്തറയിൽ തറച്ചിരിക്കുന്ന അവസ്ഥയിൽ തുടരുന്ന കാലം അത്രയും നിനക്ക് ഒരു മനുഷ്യസ്ത്രീയായി തന്നെ ജീവിക്കാം. ഒരു മനുഷ്യസ്ത്രീയുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നിനക്കും അനുഭവിക്കേണ്ടി വരും. നിന്റെ അമരത്വം നഷ്ടമാകും. നിന്റെ മരണശേഷം ആ നാരായത്തിന് മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. പക്ഷേ നീ മനുഷ്യസ്ത്രീയായി ജീവിച്ചിരിക്കെ ആ നാരായത്തിന് സ്ഥാനചലനം ഉണ്ടായാൽ നീ വീണ്ടും ശക്തിശാലിയായ ഒരു യക്ഷിയായി മാറിടും. എന്തായാലും എനിക്കൊന്ന് ആലോചിക്കണം. അതിനുശേഷം ഞാൻ നിനക്കായി ഒരു മറുപടി തരാം. അന്ന് വൈകിട്ട് അച്യുതന്റെ മനസ്സിലുള്ള കാര്യങ്ങളും അയാൾ നമ്പൂതിരിയെ അറിയിച്ചു. ഒരു തീരുമാനത്തിലെത്താൻ നമ്പൂതിരി നന്നേ ബുദ്ധിമുട്ടി. ദേവയാനി ഒരു മടങ്ങിപ്പോക്ക് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആ കാര്യം തന്നോട് തുറന്ന് പറയില്ലായിരുന്നു. അവളുടെ ഗണം യക്ഷിയുടേതാണെങ്കിലും അവൾ ഈ ഇല്ലത്ത് വന്നുകൂടിയതിൽ പിന്നെ ഇല്ലത്ത് ഐശ്വര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. യക്ഷി ലക്ഷ്മി തന്നെയാണ്. അവളുടെ മനം മാറിയിരിക്കുന്നു. എന്തായാലും ദേവയാനി ഒരു യക്ഷിയായിരുന്നു എന്ന് ഹരിപ്രസാദ് അറിയണ്ട. ഒരു മനുഷ്യസ്ത്രീയായി ജീവിച്ച് മരിക്കുക എന്ന അവളുടെ ആഗ്രഹം അങ്ങ് നടക്കട്ടെ. ഹരിപ്രസാദ് ഒന്ന് ആഗ്രഹിച്ചാൽ അതവൻ നേടുക തന്നെ ചെയ്യും. ഇനി അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ പല അനർത്ഥങ്ങളും നടക്കും. പുലർച്ചെ തന്നെ ശ്രീദേവി അന്തർജനത്തോട് വലിയ നമ്പൂതിരി നയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നമ്മുടെ ഇല്ലത്തെ വേലക്കാരിയായി നിൽക്കുന്ന ദേവയാനി നല്ലൊരു പെണ്ണാണ്. അവളുടെ ജാതകം ഏറെ വിശേഷപ്പെട്ടതാണ്. അവൾ നിൽക്കുന്ന ഇടത്ത് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും. അവളുടെ ബന്ധുക്കൾ എന്റെ കയ്യിൽ അവളുടെ ജാതകം ഏൽപ്പിച്ചിരുന്നു. നല്ലൊരു വരനെ കണ്ടെത്താനായിട്ടാണ് അവരതെന്നെ ഏൽപ്പിച്ചത്. സന്താനയോഗമില്ലാതിരുന്ന നമ്മുടെ കാര്യം തന്നെ നോക്കുക. അവൾ ഇവിടെ താമസം തുടങ്ങിയത് മുതൽ നമുക്ക് രണ്ടാൾക്കും ആ ഭാഗ്യം കൈവന്നില്ലേ? ഹരിപ്രസാദിനായി അവളെ നമുക്ക് ആലോചിക്കാം. പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിലെ പെണ്ണാണെന്നൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അന്തർജനത്തിന് താല്പര്യക്കുറവൊന്നുമില്ലായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെയാണ് ദേവയാനി തന്റെ പൈതങ്ങളെ നോക്കുന്നത്. സ്വഭാവം വളരെ നല്ലത് തന്നെ. അങ്ങക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഒട്ടും വൈകാതെ തന്നെ വലിയ നമ്പൂതിരി തന്റെ തീരുമാനം ദേവയാനിയെ അറിയിച്ചു. ദേവയാനിയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അങ്ങനെ അവസാനം വലിയ നമ്പൂതിരിയുടെ ഇഷ്ടത്തോടെ ഹരിപ്രസാദ് ദേവയാനിയെ വിവാഹം കഴിച്ചു. ദേവയാനിയുടെ ജാതകത്തിൽ ഒരു ദോഷവുമില്ലെന്ന് വലിയ നമ്പൂതിരി ഹരിപ്രസാദിനെ അറിയിച്ചു. അതുകൊണ്ട് ആ നാരായൺ തുളസിത്തറയിൽ നിന്ന് എടുത്തു മാറ്റേണ്ട ആവശ്യമില്ലെന്ന് നമ്പൂതിരി തന്റെ അനുജനോട് പറഞ്ഞു. ഹരിപ്രസാദ് ഒരു ഗാനഗന്ധർവനാണല്ലോ. ആ ഗന്ധർവന് സാക്ഷാൽ രക്ഷിയെ തന്നെ തന്റെ സഹധർമ്മിണിയായി ലഭിക്കുകയും ചെയ്തു. വലിയടത്തില്ലത്ത് ഹരിപ്രസാദിനോടൊപ്പം ദേവയാനി ഒരു മനുഷ്യ സ്ത്രീയായി ജീവിച്ചുകൊണ്ട് തന്റെ ജീവിതം ആവോളം ആസ്വദിച്ചു. അച്യുതന്റെയും കൊമ്പൻ ഗണേശന്റെയും ഉള്ളിൽ തോന്നിയ ദേവയാനിയോടുള്ള വെറുപ്പ് അവൾ സ്നേഹം കൊണ്ടില്ലാതാക്കി. പിന്നീട് അങ്ങോട്ട് ദേവയാനിയുടെ സ്വപ്നത്തിൽ പോലും ആ നാരായത്തെക്കുറിച്ചുള്ള ചിന്ത കടന്നു വന്നില്ല. ഗഗനചാരിയായ ഒരു രക്ഷയായി മാറാൻ അവൾ ഒട്ടും തന്നെ ആഗ്രഹിച്ചില്ല. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കണം കേട്ടോ. കഥ ഇഷ്ടമായെങ്കിൽ ഹൈപ്പ് ചെയ്യണേ. എന്നാൽ മറ്റൊരു കഥയുമായി വരുന്നത് വരേക്കും ബൈ.